അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, വിസ്ഡം യൂത്ത് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ കുടുംബ വിജ്ഞാന വേദിയിൽ വിദ്യാലയം തുറക്കുമ്പോൾ രക്ഷിതാക്കൾ അറിയേണ്ട കാര്യത്തെ സംബന്ധിച്ച് സംസാരിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയുന്നത് പോലെ തീർത്തും മാറിയ ഒരു കാലഘട്ടത്തിൽ ടെക്നോളജി, സാങ്കേതിക വിദ്യ ഓരോ സെക്കൻഡിലും വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് രക്ഷിതാക്കളായ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളെ രക്ഷാകർതൃത്വം നിർവഹിക്കാൻ വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സമയത്ത് ഒരുപാട് മിസ്റ്റേക്കുകൾ, ഒരുപാട് തകരാറുകൾ പാരന്റിംഗ് മേഖലയിൽ, രക്ഷാകർതൃത്വ മേഖലയിൽ സംഭവിക്കുന്നതിൻ്റെ വിക്ടിംസ് അല്ലെങ്കിൽ ഇരകളാണ് ഇന്നുള്ള നമ്മുടെ മക്കൾ. അതുകൊണ്ട് തന്നെ എന്നെ ശ്രവിക്കുന്ന ഓരോ രക്ഷിതാവും വളരെ ഗൗരവത്തോടുകൂടി ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും മക്കളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗുണപരമായ ഒരു ഇടപെടൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണമെന്നും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. രക്ഷിതാക്കൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ആരാണ്? രക്ഷ നൽകുന്ന, സംരക്ഷണം നൽകുന്ന വ്യക്തിയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു വലിയ അനുഗ്രഹമായും പരീക്ഷണമായും നമുക്ക് നൽകിയ സന്താനങ്ങളെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി വളർത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം രക്ഷിതാവിനുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കുല്ലുക്കും റാഇൻ വ മസ്ഊലുൻ അൻ റഇയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും മേൽനോട്ടക്കാരാണ്, ഭരണാധിപരാണ്. തങ്ങളുടെ പ്രജകളെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഓരോരുത്തരും. മാതാപിതാക്കൾ, അത് ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും മക്കളെ സംബന്ധിച്ച് കൃത്യമായി അക്കൗണ്ടബിളാണ്. നമുക്ക് അനുഗ്രഹമായും പരീക്ഷണമായും ലഭിച്ചിരിക്കുന്ന സന്താനത്തെ ഏറ്റവും നല്ല സംസ്കാരത്തോടുകൂടി വളർത്തുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്, ഉത്തരവാദിത്തമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര. ഓരോ കുഞ്ഞും, ഓരോ കുട്ടിയും ജനിക്കുന്നത് ഏറ്റവും നല്ല പ്രകൃതത്തിലാണ്. യഥാർത്ഥത്തിൽ ആ കുട്ടിയെ ജൂതനാക്കുന്നതും ക്രിസ്ത്യാനിയാക്കുന്നതും അഗ്നി ആരാധകനാക്കുന്നതും രക്ഷിതാവാണ്. ഒരു രാജ്യത്തെ ഭരിക്കുന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ്, അതിനേക്കാളും ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു കുട്ടിയെ യഥാരൂപത്തിൽ ശിക്ഷണം നടത്തുക എന്നുള്ളത്, പ്രത്യേകിച്ച് മാറിയ കാലഘട്ടത്തിൽ. അതുകൊണ്ട് വിദ്യാലയങ്ങൾ തുടങ്ങിയിട്ടുള്ള ഈ സന്ദർഭത്തിൽ രക്ഷിതാക്കളായ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? വിഷയത്തിലേക്ക് ഞാൻ നേരിട്ട് വരികയാണ്. ഒന്നാമതായി, ഒരു രക്ഷിതാവിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്.
അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തി, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് ലികുല്ലി ഇംറിഇൻ മാ നവ. നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കപ്പെടുന്നത് അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശശുദ്ധി അനുസരിച്ചിട്ടാണ്. നമ്മൾ മക്കളെ വളർത്തുന്ന സന്ദർഭത്തിൽ സ്കൂളിലേക്ക് കുട്ടികളെ വിടുമ്പോൾ, കുട്ടികൾക്ക് ഭക്ഷണം ഒരുക്കുമ്പോൾ, കുട്ടികൾക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ സദുദ്ദേശം ഉണ്ടാവണം. ഈ മക്കള് ഏറ്റവും നല്ല മക്കളായി വളരുകയും നാളെ പരലോകത്ത് രക്ഷപ്പെടുകയും ചെയ്യണം. ഈ ഒരു നിയ്യത്ത് സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ അനിവാര്യമാണ്. കാരണം നമ്മുടെ ഉദ്ദേശശുദ്ധി എന്ത് എന്ന് അള്ളാഹുവിന് വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നിഫാഖ് കടന്നു വന്നാൽ, കാപട്യം കടന്നു വന്നാൽ, ആ കാപട്യത്തിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ഔട്ട്കം അല്ലെങ്കിൽ അതിൻ്റെ പരിണിത ഫലം ഉണ്ടാവുക. പല രക്ഷിതാക്കളും കൗൺസിലിങ്ങിന് വേണ്ടി കുട്ടികളെ കൊണ്ടുവരാറുണ്ട്. കുട്ടികളെ സംബന്ധിച്ച് ഒരുപാട് പരാതികളും പരിഭവങ്ങളും നമ്മുടെ മുമ്പിൽ നിരത്തി വെക്കുമ്പോൾ, ആ കേസ് നമ്മൾ പഠനം നടത്തുമ്പോൾ നമുക്ക് ബോധ്യമാവുകയാണ് ഈ കുട്ടിയുടെ രക്ഷാകർതൃത്വത്തിൽ സംഭവിച്ച അപാകതയാണ് ഇന്ന് കുട്ടി പഠനത്തിലും അവരുടെ എല്ലാ കാര്യങ്ങളിലും പിന്നോട്ടു പോവാനുള്ള പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഒന്നാമതായിട്ട് കൃത്യമായിട്ടുള്ള ഒരു മനോഭാവ രൂപീകരണം. ഇംഗ്ലീഷിൽ ആ പദം പറയുന്നത് ആറ്റിറ്റ്യൂഡ് എന്നാണ്. നല്ല ഒരു മനോഭാവം, പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം മക്കളെ വളർത്തുമ്പോൾ നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. 2, കൃത്യമായ ലക്ഷ്യബോധമാണ് നമുക്ക്. സ്കൂൾ തുറക്കുന്ന ഈ ഘട്ടത്തിൽ എൻ്റെ കുട്ടിയെ ഞാൻ എന്തിനാണ് പറഞ്ഞേക്കുന്നത്, എന്താണ് അവിടെ നിന്ന് പഠിക്കേണ്ടത്, സ്കൂളിൽ നിന്നും മദ്രസയിൽ നിന്നും കുട്ടി സ്വാംശീകരിക്കേണ്ട, നേടിയെടുക്കേണ്ട വിജ്ഞാനം എന്താണ്? റബ്ബി സിദ്നി ഇൽമ, രക്ഷിതാവേ നീ എനിക്ക് അറിവ് വർദ്ധിപ്പിച്ചു നൽകണമേ. വല്ലാത്ത ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വറിസ്കൻ ത്വയ്യിബ വഅമല മുതഖബ്ബല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുന്നു ഇൽമൻ നാഫിഅൻ, ഉപകാരപ്രദമായ അറിവ്, ഉപകരിക്കുന്ന അറിവ്, വറിസ്കൻ ത്വയ്യിബ, ഏറ്റവും നല്ല ഹലാലായിട്ടുള്ള ഭക്ഷണം. 3ാമത്തെ പ്രാർത്ഥന വഅമല മുതഖബ്ബല, സ്വീകാര്യമായ പ്രവർത്തനം. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നിരന്തരം ഉണ്ടാവേണ്ട ഒരു കാര്യം പ്രാർത്ഥനാഭാവമാണ്, ലക്ഷ്യബോധമാണ്. ഈ കുട്ടികളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്ന ഘട്ടത്തിൽ മാനസികമായി സ്കൂളിൽ പോവാൻ, കോളേജിൽ പോവാൻ കുട്ടി തയ്യാറായിട്ടുണ്ടോ? ഇത് നമ്മൾ ചോദിക്കേണ്ട ഒരു സംഗതിയാണ്. ഇന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് ക്ലാസ് എടുക്കാൻ പോരുന്ന ഘട്ടത്തിൽ ഒരു രക്ഷിതാവ് എന്നെ വിളിക്കുകയാണ്. ആ രക്ഷിതാവിൻ്റെ ഒരു മകളെ ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. മറ്റൊരു കുട്ടി, അവരുടെ വിവാഹം കഴിഞ്ഞു, നിക്കാഹ് കഴിഞ്ഞു, എന്നാൽ കുട്ടി കൊണ്ടുവന്നിട്ടില്ല. പക്ഷേ അവിടെ പ്രശ്നങ്ങൾ ഉത്ഭവിക്കുകയാണ്. സംസാരിക്കുമ്പോൾ കുട്ടി പറയുന്നത്, ഞാൻ മാനസികമായി തയ്യാറാവാതെയാണ് എൻ്റെ മാതാപിതാക്കൾ എൻ്റെ കല്യാണം നടത്തിയത് എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഏതൊരു കാര്യവും നമ്മുടെ മാനസികമായിട്ടുള്ള സാന്നിധ്യം വളരെ പ്രധാനമാണ്. ഒരു കാര്യം നാം നിർവഹിക്കുമ്പോൾ, അത് നമസ്കാരമാണെങ്കിലും ആരാധനാ കർമ്മങ്ങളാണെങ്കിലും, നമ്മുടെ മനസാന്നിധ്യത്തോടുകൂടി നാം അത് നിർവഹിക്കുമ്പോഴാണ് അതിന് പ്രതിഫലം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ കുട്ടികളെ മദ്രസയിലേക്കും സ്കൂളിലേക്കും പറഞ്ഞേക്കുന്ന ഘട്ടത്തിൽ കുട്ടി മാനസികമായി അതിന് തയ്യാറാണോ? ഇല്ല എങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ത് എന്ന്, ജീവിതത്തിൽ വിദ്യ അഭ്യസിക്കുന്നത് കൊണ്ട് നേടാൻ പോകുന്ന നേട്ടങ്ങൾ എന്ത് എന്ന് ആ കുട്ടിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടത് ഒരു രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. സ്കൂളൊക്കെ തുറന്നു, നമ്മളൊക്കെ ബാഗും പെൻസിലും ബുക്കും പലതും വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. എന്നാൽ കുട്ടികൾ നിരന്തരം തങ്ങളുടെ പഠനോപകരണങ്ങൾ കിട്ടാത്തത് കൊണ്ട് മറ്റു കുട്ടികൾക്കിടയിൽ സ്കൂൾ ക്ലാസ്സുകളിൽ വെച്ച് മാനസികമായി പീഡനം അനുഭവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല.
നമ്മൾക്ക് സാമ്പത്തികമായ ഒരുപാട് ചിലവുള്ളതാണെങ്കിലും പോലും ആ കുട്ടിയുടെ പ്രാഥമികമായ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടത് രക്ഷിതാക്കളായ നമ്മളാണ്. അതുകൊണ്ട് വളരെ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തുകൊണ്ട് കുട്ടിക്ക് എത്ര പുസ്തകങ്ങൾ വേണം, ഏതൊക്കെ ടെക്സ്റ്റുകൾ വേണം, ആ പഠനോപകരണങ്ങൾ ഏതൊക്കെയാണ്, അത് നമ്മൾ ഏറ്റവും വില കുറഞ്ഞ രൂപത്തിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങി ആ കുട്ടിക്ക് എത്തിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. മൂന്നാമത്തെ സംഗതി, പ്രിയപ്പെട്ടവരെ, പല കുട്ടികളും ഇന്ന് ലക്ഷ്യബോധമില്ലാതെ വളരുന്നത് കൊണ്ട് രാവിലെ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ പള്ളികളിൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജമാഅത്തായി നമസ്കരിക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം ലക്ഷ്യബോധമില്ലാത്തത് കൊണ്ട് രാവിലെ നേരത്തെ എഴുന്നേറ്റ് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ല, 2 റക്അത്ത് ഫർളായ നമസ്കാരം സുബഹി നിസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തം ഒരു റൊട്ടീൻ നിശ്ചയിക്കുക എന്നുള്ളതാണ്. ദിനചര്യ, പ്രഭാത ഭക്ഷണം, ബ്രേക്ക്ഫാസ്റ്റ് എപ്പോൾ കഴിക്കണം, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തീരുമാനം ഉണ്ടാവണം. അതിനുള്ള ഒരുക്കം ഉമ്മ നടത്തേണ്ടതുണ്ട്. ഉറങ്ങാനുള്ള സമയം നിശ്ചയിക്കണം, രാവിലെ നേരത്തെ എഴുന്നേൽക്കാനുള്ള സമയം നിശ്ചയിക്കണം, വായിക്കാനുള്ള സമയം വേണം, ദിക്റുകൾ ചൊല്ലാനുള്ള സമയം വേണം, ഖുർആൻ പഠനം നടത്താനുള്ള സമയം വേണം. ഇതൊക്കെ കൃത്യമായ ലക്ഷ്യബോധത്തോടുകൂടി നിർവഹിക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം രക്ഷിതാവിനാണുള്ളത്. കാരണം കുട്ടി വളരുകയാണ്, കുട്ടിക്ക് പക്വതയില്ല, കുട്ടി കൗമാരത്തിലാണ്, കുട്ടി ബാല്യത്തിലാണ്. അതുകൊണ്ട് രക്ഷിതാവിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത വേണം. മറ്റൊന്ന്, ഈ കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഉറക്കം, വിശ്രമം അത് കിട്ടുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഇന്ന് സംഭവിക്കുന്ന എന്താണ്, പലപ്പോഴും ലേറ്റായിട്ടാണ് കുട്ടി ഉറങ്ങുന്നത്. 12 മണിക്കും 1 മണിക്കും ഉറങ്ങുന്ന കുട്ടികളുണ്ട്. അതേസമയം ആ സമയം വരെ വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലുമാണ് കുട്ടികൾ സമയം ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരു ബോധമുള്ള ക്രിയാത്മക ചിന്തയുള്ള ഒരു രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഒരു തർത്തീബ് ഉണ്ടാക്കേണ്ടതുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. മറ്റൊരു വിഷയം പറയാനുള്ളത്, സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ കൃത്യമായിട്ടുള്ള ഇൻഫോർമേഷൻ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സംവിധാനമുണ്ട്. വാട്സപ്പുകളുണ്ട്, ഗ്രൂപ്പുകളുണ്ട്. അപ്പം എൻ്റെ കുട്ടിയെ ഞാൻ 1-ാം ക്ലാസ്സിലോ 2-ാം ക്ലാസ്സിലോ ചേർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തമാണ് സ്കൂളിലുള്ള ഗ്രൂപ്പിൽ സജീവമാവുക എന്നുള്ളത്. കാരണം ഓരോ രക്ഷിതാവിനെയും പേഴ്സണലായി വ്യക്തിപരമായി വിളിച്ച് വിവരങ്ങൾ നൽകുക എന്നുള്ളത് സാധ്യമേ അല്ല. അതുകൊണ്ട് രക്ഷിതാക്കൾക്ക് അത്തരം ഇൻഫോർമേഷൻ പാസ് ചെയ്യാനുള്ള സംവിധാനം വാട്സപ്പ് സംവിധാനത്തിലുണ്ട്. അപ്പോൾ ആ വാട്സപ്പ് നമ്മൾ നോക്കണം. എൻ്റെ കുട്ടിയുടെ വിദ്യാഭ്യാസം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, സാധാരണഗതിയിൽ ഒരു PTA മീറ്റിങ്ങിന് വേണ്ടി രക്ഷിതാക്കളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും പുരുഷന്മാരായിട്ടുള്ള ആളുകൾ അവിടെ സന്നിധരാവാറില്ല. ഈ അടുത്ത് ഞാൻ ഒരു മദ്രസയുടെ PTA മീറ്റിങ്ങിന് പോയി. PTA മീറ്റിങ്ങിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടെ പൂർണ്ണമായും ഭൂരിപക്ഷവും ഉള്ളത് സ്ത്രീകളാണ്. ശരിക്കും നമ്മൾ ആലോചിക്കുക, നമ്മൾ ആ കുട്ടിക്ക് പെട്ട ഒരു ആക്സിഡന്റ് സംഭവിച്ചു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ട് എങ്കിൽ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? എത്രയും പെട്ടെന്ന് എത്ര വലിയ തിരക്കിലാണെങ്കിലും അതൊക്കെ ഒഴിവാക്കിയിട്ട് കുട്ടിയെ മിംസിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ കൊണ്ടുപോവാൻ വേണ്ടി നമ്മൾ സന്നദ്ധാവും. കാരണം നമുക്കറിയാം അവിടെ നടക്കുന്ന ജീവൻ മരണ പോരാട്ടാണ്. അതുകൊണ്ട് എല്ലാ ഏർപ്പാടുകളും മാറ്റിവെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോകുന്നു. എന്നാൽ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. ജീവിതത്തിലെ ദിശാബോധം നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരന്റ്സ് മീറ്റിങ്ങിൽ, രക്ഷാകർതൃ മീറ്റിങ്ങിൽ സംബന്ധിക്കാൻ കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം നമുക്കുണ്ടാവാറുണ്ടോ? നേരത്തെ തന്നെ സ്കൂളിൽ നിന്നോ മദ്രസയിൽ നിന്നോ ആ മീറ്റിങ്ങിനെ കുറിച്ച് അറിയിച്ചാൽ പോലും അത് നീ അങ്ങോട്ട് പോയാൽ മതി, ഞാൻ വരേണ്ടതില്ല, ഞാൻ ഇനി വന്നിട്ടും കാര്യമില്ല, ഈ രൂപത്തിലുള്ള ഒരു സമീപനം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ട് ഒരു രക്ഷിതാവ് സീരിയസ് ആയിട്ടാണ് വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച്, കുട്ടികളെ വളർത്തുന്നതിനെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടത്. അതുപോലെ കുട്ടിയുടെ ആരോഗ്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇന്ന് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആരോഗ്യ മേഖലയിലാണ്. മാനസികമായ കരുത്ത് നഷ്ടപ്പെടുന്നത് കൊണ്ട് നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി കുട്ടികൾ ആത്മഹത്യാ പ്രവണത പ്രകടിപ്പിക്കുന്നു. നമ്മൾ പത്രങ്ങളിൽ കൂടി അറിയുന്നു,
അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കൂടി നമ്മൾ മനസ്സിലാക്കാണ്. കുട്ടിയുടെ മൊബൈൽ ഫോൺ എടുത്തു വെച്ചപ്പോൾ ആ കുട്ടി പോയിട്ട് കയറെടുത്ത് തൂങ്ങുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? മാനസികമായ ഒരു കരുത്ത് നമ്മുടെ കുട്ടിക്ക് നഷ്ടപ്പെടുന്നു. കാരണം കുട്ടി ഇമോഷണലി, വൈകാരികമായി പക്വതയില്ലാത്ത അവസ്ഥയിലാണ് വളരുന്നത്. അതുകൊണ്ട് ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ആരോഗ്യ മേഖലയിൽ, ആരോഗ്യം എന്ന് പറയുമ്പോൾ നല്ല ഭക്ഷണം ഒരുക്കുക എന്നുള്ളത് മാത്രമല്ല, മാനസികമായിട്ടുള്ള കരുത്ത്, മാനസികമായിട്ടുള്ള പരിരക്ഷ നൽകുന്ന നടപടിക്രമങ്ങൾ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ചോദിക്കുന്നത് മുഴുവൻ അങ്ങ് എടുത്തു കൊടുക്കുക എന്നുള്ളതല്ല ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത്. കുട്ടിയെ ഒരു ക്രൈസിസ്, ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറെടുപ്പ് നടത്തുക. ചോദിക്കുന്ന ഒരു കാര്യം നമ്മളെ കയ്യിലുണ്ട്, എന്നാൽ പോലും നമ്മൾ അത് കൊടുക്കുന്നില്ല. അവിടെ ക്ഷമ എന്നുള്ള ഒരു ഘടകം നമ്മൾ ശരിക്കും ആലോചിച്ച് നോക്കൂ. ടോളറൻസ്, പേഷ്യൻസ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിന് അതിന് പറയുക. ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷൻ, ഏതൊരു കാര്യവും ചോദിക്കുന്ന സമയത്ത് തന്നെ കിട്ടിയിട്ടില്ലെങ്കിൽ അവർ അക്ഷമരാവുകയാണ്, ക്ഷമയില്ലാത്തവരാവുകയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും വലിയ അധ്യാപനം എന്താണ്? ക്ഷമാലുക്കളുടെ കൂടെയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ, തീർച്ചയായും അള്ളാഹു ക്ഷമാലുക്കളുടെ കൂടെയാണ്. അപ്പൊ ഈ ക്ഷമ എന്നുള്ള 2 അക്ഷരമുള്ള വാക്ക് ജീവിതത്തിൽ ഉടനീളം പ്രധാനമാണ് എന്നുള്ള ഒരു ബോധം രക്ഷിതാക്കളായ നമ്മളെന്നെ ഉണ്ടാക്കി കൊടുക്കേണ്ടത്. അപ്പൊ അതിൻ്റെ ബാലപാഠങ്ങൾ കുട്ടി വീട്ടിൽ നിന്നാണ് പഠിക്കേണ്ടത്. അതുകൊണ്ട് ഒരു രക്ഷിതാവ് ഏറ്റവും നല്ല മാനസികാരോഗ്യത്തോടു കൂടി രക്ഷിതാവ് കുട്ടികളെ വളർത്തേണ്ടതുണ്ട്. അതായത് ഈ അടുത്ത് ഒരു കേസ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയാണ്. ഒരു കുട്ടി മാനസികമായ വിഭ്രാന്തിയുമായിട്ട് എൻ്റെ ഒരു വിദ്യാർത്ഥി, ആ കുട്ടിയെ സംബന്ധിച്ച് ആ നാട്ടിലാകെ പ്രശ്നങ്ങളാണ്. കാരണം ഈ കുട്ടി സ്വഭാവപരമായിട്ടും പ്രശ്നങ്ങളുമായിട്ട് നാട്ടിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പെൺകുട്ടിയാണ്, 17 വയസ്സായിട്ടുണ്ട്. അതായത് വീട്ടിലുള്ള ഉമ്മയെ ചീത്ത വിളിക്കുന്നു, ഉപ്പയെ ചീത്ത വിളിക്കുന്നു. ഒരിക്കലും ഒരു കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ കുട്ടിയിൽ നിന്നുണ്ടാവാണ്. സ്വാഭാവികമായിട്ടും ആ രക്ഷിതാക്കൾ അങ്ങേയറ്റം പ്രയാസപ്പെടുന്നു. അങ്ങനെ ആ കേസ് എൻ്റെ സുഹൃത്തായിട്ടുള്ള മറ്റൊരു ഡോക്ടർക്ക് ഞാൻ റെഫർ ചെയ്തപ്പോൾ അദ്ദേഹം പറയുന്ന റിപ്പോർട്ട് ഇതാണ്. 7ാമത്തെ വയസ്സിൽ കുട്ടിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു മുറിവുണ്ട്. ഈ മുറിവ് അത് പല രൂപത്തിലുള്ള ട്രീറ്റ്മെൻറ്റും കുട്ടി നടത്തിയിട്ടുണ്ട്. പക്ഷേ ഒരു ഭാഗത്തു നിന്ന് ആ മുറിവ് മറ്റൊരു ഭാഗത്തേക്ക് മാറുക എന്നുള്ളതല്ലാതെ പൂർണ്ണമായി ആ ശരീരത്തിൽ നിന്ന് ആ ഒരു മുറിവ് മാറിയിട്ടില്ല. ഇത് ആ കുട്ടിക്ക് ഒരുപാട് ന്യൂറോ പ്രോബ്ലംസ്, അതായത് കുട്ടിയുടെ മനസ്സിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഞാനൊരു നിത്യരോഗിയാണ് എന്നുള്ള രൂപത്തിലാണ് കുട്ടി ആത്മനിർദ്ദേശം കൊടുക്കുന്നത്. പ്രായപൂർത്തിയായിട്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരുപാട് വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഇതിൻ്റെ പ്രതിഫലനമായിട്ടാണ് കുട്ടി മാനസികമായിട്ടുള്ള വിഭ്രാന്തി പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷമെടുത്തു ഈ കുട്ടിയുടെ രോഗം ശരിയായി കണ്ടെത്താൻ. ഞാൻ ഇതെന്തിനാണ് പറയുന്നത്? ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ കുട്ടികൾ, ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുമ്പോൾ നമ്മോട് അത് ഓപ്പൺ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല. ഇനി ഒന്ന് പറഞ്ഞാലും മുഖവിലക്കെടുക്കാത്ത രക്ഷിതാക്കളുണ്ട്. ഒരു രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ ധർമ്മം എന്നുള്ളത് കുട്ടിയെ ശരിക്കും കേട്ടുകൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ എംപത്തറ്റിക് ലിസണേഴ്സ് ആയിട്ട് മാറണം. എന്താ എംപത്തറ്റിക് ലിസണിങ് എന്ന് പറഞ്ഞാൽ? സഹാനുഭൂതിയോടുകൂടി കുട്ടീനെ കേട്ടുകൊടുക്കുക. കുട്ടിയുടെ പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ സഹാനുഭൂതി പ്രകടിപ്പിക്കുക എന്നുള്ളത് നമ്മിൽ നിന്ന് കുട്ടി ആഗ്രഹിക്കുന്ന കാര്യമാണ്. അങ്ങനെ ഒരു രക്ഷിതാവ്, ഉമ്മയും ഉപ്പയും കുട്ടിയെ ഏറ്റവും നന്നായി കേട്ടുകൊടുക്കുകയും കുട്ടിയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന സപ്പോർട്ടോടുകൂടി പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ ഏതൊരു കുട്ടിയും മാതാപിതാക്കളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. എന്നാൽ പല വീടുകളിലും ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികൾ രക്ഷിതാക്കളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യവും കുട്ടി തുറന്നു പറയുന്നില്ല. അതുകൊണ്ട് ഒരു രക്ഷിതാവിന് ഒരുപാട് ധർമ്മങ്ങളുണ്ട്. സ്കൂളുകൾ തുറക്കുന്ന ഈ വേളയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കുട്ടിക്ക് ഏറ്റവും നല്ല ജീവിതം പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്തം രക്ഷിതാവിനാണ്. സ്കൂളിലേക്ക് നമ്മൾ മക്കളെ പറഞ്ഞേക്കുമ്പോൾ
ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം 40 50 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ ഓരോ കുട്ടിയെയും വ്യക്തിപരമായി ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എൻ്റെ കുട്ടി നല്ല സംസ്കാരത്തോടുകൂടി നല്ല സ്വഭാവത്തോടുകൂടി വളരണം എന്നുള്ള ചിന്ത ബോധം എനിക്കാണ് ഉണ്ടാവേണ്ടത്. അപ്പൊ അതിനനുസരിച്ചുള്ള ഒരു ഫ്രെയിം വർക്ക്, ഒരു ആക്ഷൻ പ്ലാൻ ഞാനാണ് ഉണ്ടാക്കേണ്ടത് അല്ലേ? വൃത്തിയുടെ കാര്യത്തിൽ പലപ്പോഴും കുടുംബജീവിതത്തെ തകർക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വില്ലൻ വൃത്തിയില്ലായ്മയാണ്. ഭാര്യയ്ക്ക് വൃത്തിയില്ല, ഭർത്താവിനാണെങ്കിൽ നല്ല വൃത്തിബോധമുണ്ട്. ഈ ഭർത്താവിൻ്റെ അടുത്തെത്തുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം മുന്നോട്ട് പോവില്ല. കാരണം ഭർത്താവിന് ഒരിക്കലും വൃത്തിയില്ലാത്ത ഈ പെണ്ണിനെ സഹിക്കാൻ പറ്റൂല. ഇവിടെ വൃത്തി എന്നുള്ള ഈ ഒരു കൺസെപ്റ്റ് നമ്മൾ പഠിപ്പിക്കേണ്ടത് എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, നഖം വെട്ടേണ്ടതുണ്ട്, സ്വകാര്യ ഭാഗങ്ങളിലുള്ള രോമങ്ങൾ അത് വൃത്തിയാക്കേണ്ടതുണ്ട്, അതുപോലെ തന്നെ കുളിക്കേണ്ടതുണ്ട്, പല്ല് തേക്കേണ്ടതുണ്ട്. എൻ്റെ ഉമ്മത്തിന് പ്രയാസകരമല്ലായിരുന്നെങ്കിൽ ഓരോ വക്തിലും ഓരോ നമസ്കാരത്തിന്റെ സന്ദർഭത്തിലും ഞാൻ പല്ല് തേക്കാൻ നിർബന്ധിപ്പിക്കുമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു സംഗതിയാണ് പല്ല് തേക്കുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികൾ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കേണ്ട ഉത്തരവാദിത്വം രക്ഷിതാവിനുണ്ട്. കാരണം സിലബസ് മാത്രമേ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ കോളേജിൽ നിന്ന് പഠിപ്പിക്കുകയുള്ളൂ. ജീവിതം എന്ത് എന്ന് പഠിപ്പിക്കേണ്ട ഏറ്റവും ഭാരിച്ച ഉത്തരവാദിത്വം രക്ഷിതാക്കളായ നമുക്കാണുള്ളത്. മറ്റൊന്ന്, പ്രിയപ്പെട്ടവരെ, വേഷവിധാനം അല്ലേ? ഇന്ന് നമ്മൾ നോക്കൂ, നമ്മുടെ കുട്ടികളുടെ വേഷവിധാനത്തിൽ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വേഷവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വേഷം ആരാണ് വാങ്ങിക്കൊടുക്കുന്നത്? രക്ഷിതാക്കളായ നമ്മളാണ്. ഇസ്ലാമിക് പാറ്റേൺ ഓഫ് ഡ്രസ് കോഡ് അത് നമ്മുടെ മക്കൾക്ക് ചെറുപ്പം തൊട്ട് പഠിപ്പിക്കേണ്ട ഉത്തരവാദിത്വം. ആ ഒരു ഡിഗ്നിറ്റി ഫീലിംഗ്, ഞാനൊരു ഡ്രസ്സ് ഇടുമ്പോൾ അത് എൻ്റെ മാന്യതക്കുള്ളതാണ്, എൻ്റെ ഔറത്ത് നഗ്നമായ ഭാഗങ്ങൾ മറക്കാനുള്ളതാണ്, അതെനിക്ക് സാമൂഹ്യമായി സുരക്ഷിതത്വം നൽകേണ്ടതാണ്, എൻ്റെ ശരീരത്തിനും എൻ്റെ മനസ്സിനും ആനന്ദവും സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്ന ഏറ്റവും നല്ല ഒരു ഡ്രസ് കോഡാണ് ഞാൻ സ്വീകരിക്കേണ്ടത് എന്ന ബോധം നമ്മുടെ കുട്ടികൾക്ക് ചെറുപ്പത്തിൽ തന്നെ നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി ഒരിക്കലും എവിടെ പോയിട്ടുണ്ടെങ്കിലും മാന്യമല്ലാത്ത വസ്ത്രം ധരിക്കുകയില്ല. ഇത്തരം കാര്യത്തിൽ പലപ്പോഴും രക്ഷിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കാറില്ല. മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കുട്ടികൾക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുകൊണ്ട് ഒരിക്കലും കുട്ടികൾ വളരുകയില്ല. കാരണം കുട്ടി വ്യതിരിക്തമായ വ്യക്തിത്വമുള്ള ഒരു കുട്ടിയാണ്. അപ്പൊ ആ കുട്ടിന്റെ എക്സ്പെക്ടേഷൻസ്, പ്രതീക്ഷകൾ എന്താണ്, സ്വപ്നം എന്താണ്, ജീവിതത്തിൽ ആരാവാനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്, പഠിച്ച് എവിടെ എത്താനാണ് കുട്ടി ആഗ്രഹിക്കുന്നത്, ഇതെല്ലാം കുട്ടിയുമായിട്ട് സ്വകാര്യമായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ എല്ലാം തുറന്ന് സംസാരിക്കാൻ അവസരം ഉണ്ടാവും. പല രക്ഷിതാക്കൾക്കും അങ്ങനെ സാധിക്കാറുണ്ടോ? നമ്മൾ എപ്പോഴേ അത് ചിന്തിക്കുക, 10ാം ക്ലാസ് എത്തുന്ന സന്ദർഭത്തിൽ യഥാർത്ഥത്തിൽ ഒരു നല്ല കരിയർ പ്ലാൻ, നല്ല തൊഴിൽ മേഖല കണ്ടെത്താൻ വേണ്ടി ഗൈഡൻസ് കൊടുക്കേണ്ടത് എപ്പോഴാണ്? വളരെ നേരത്തെയാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള കരിയർ മോട്ടിവേഷൻ കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ കരിയർ മോട്ടിവേഷൻ നമ്മൾ എപ്പോഴാണ് കൊടുക്കുക? 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ എത്തുമ്പോഴാണ്. അതുകൊണ്ട് രക്ഷിതാവ് ശ്രദ്ധിക്കേണ്ടത് കുട്ടിയുടെ തൊഴിൽ മേഖല, പഠന മേഖല, കുട്ടിയുടെ അഭിരുചി, കുട്ടിയുടെ താല്പര്യം, ഇതൊക്കെ നമ്മൾ മുൻകൂട്ടി മനസ്സിലാക്കി അന്വേഷിച്ച് കണ്ടെത്തി ഏറ്റവും നല്ല സ്ഥാപനത്തിലേക്ക് കുട്ടിയെ പറഞ്ഞേക്കണം. ഈ അടുത്ത് ഒരു കൗൺസിലിംഗ് കേസ് എൻ്റെ അടുത്ത് വരികയാണ്. ഒരു ടീച്ചർ, അവരുടെ ഭർത്താവ് മരണപ്പെട്ടിരിക്കുന്നു. ഈ കുട്ടി പെട്ടെന്ന് ഒരു ജോലി കണ്ടെത്തണം എന്ന് വിചാരിച്ച് MLT പോലെയുള്ള ഒരു കോഴ്സിന് കൊണ്ടുപോയി കുട്ടിയെ ചേർത്തു. വലിയ ക്യാപിറ്റേഷൻ നൽകിക്കൊണ്ടാണ് ഈ കോഴ്സിന് കുട്ടിയെ മറ്റൊരു സ്റ്റേറ്റിലേക്ക് കോഴ്സിന് പറഞ്ഞയച്ചിരിക്കുന്നത്. എന്നാൽ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഈ കുട്ടിക്ക് ഈ കോഴ്സ് പൂർത്തീകരിക്കാനോ പഠിക്കാനോ സാധിക്കുന്നില്ല. ശരിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ, നീ ആ കുട്ടിയുടെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ കുട്ടിയുടെ മറ്റ് സർട്ടിഫിക്കറ്റുകൾ കിട്ടണമെങ്കിൽ മുഴുവൻ സംഖ്യ അവിടെ സബ്മിറ്റ് ചെയ്യണം. കുട്ടിക്കാണെങ്കിൽ പഠിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുട്ടി ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഉടനെ നമ്മൾ തീരുമാനം എടുക്കാൻ പാടില്ല. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ കോഴ്സിനെ സംബന്ധിച്ച് ശരിയായ പഠനം, അന്വേഷണം, ഡിസ്കഷൻ നമ്മൾ നടത്തണം. വിവരമുള്ള ആളുകൾ അപ്പുറത്തുണ്ട്.
കോളേജിലുള്ള അധ്യാപകരുണ്ട്, സ്കൂളിലുള്ള അധ്യാപകരുണ്ട്, കരിയർ ഗൈഡൻസ് കൊടുക്കുന്നവരുണ്ട്. ഇത്തരം ആളുകളുമായി, പരിചയസമ്പന്നരായ ആളുകളുമായി ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും വലിയ സംഖ്യ നമുക്ക് നഷ്ടമാവില്ല. ഞാൻ സൂചിപ്പിക്കുന്നത്, ഒരു കരിയർ കണ്ടെത്താൻ, ഒരു കോഴ്സ് കണ്ടെത്താൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കൃത്യമായ അന്വേഷണം നമ്മൾ നടത്തണം. എടുത്തു ചാടിക്കൊണ്ട് ഇന്ന കുട്ടി ഇന്ന സ്ഥലത്തേക്ക് പോവാണ്, ഇപ്പത്തെ ട്രെൻഡാണെന്ത്, വിദേശ സർവകലാശാലകളിലേക്ക് പോവുക എന്നുള്ളത്. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്തൊരു കേസ് വന്നു. രക്ഷിതാവിൻ്റെ അടുത്ത് കുട്ടി പറയുന്നത്, ഞാൻ യൂറോപ്യൻ കൺട്രിയിലാണ് എൻ്റെ ഡിഗ്രി പൂർത്തീകരിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ ആ മോനോട് ചോദിച്ചു, നീ ഈ കോഴ്സിന് വേണ്ടി ഇപ്പൊ പോകുമ്പോൾ സമാനമായിട്ടുള്ള അതേ കണ്ടന്റുള്ള കോഴ്സ് ഇന്ന് ഇന്ത്യയിൽ, കേരളത്തിൽ ലഭ്യമാണ്. ഈ ഒരു കോഴ്സിന് വേണ്ടിയിട്ട് ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നീ ഒരു യൂറോപ്യൻ കൺട്രിയിലേക്ക് പോകുമ്പോൾ അത് നിനക്കുണ്ടാക്കുന്ന നഷ്ടങ്ങളെക്കുറിച്ച് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അപ്പോൾ അവൻ പറയുന്നത്, എനിക്ക് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ജോലി ചെയ്യാൻ പറ്റും, ജോലിയിൽ നിന്ന് എനിക്ക് പൈസ കിട്ടും, എന്നിട്ട് ഞാൻ കടം വീട്ടും. എങ്ങനെ നീ പോകുന്നത്? ബാങ്കിൽ ലോൺ എടുത്തിട്ടാണ് ഇവൻ പോവാൻ വേണ്ടി ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഒരു കോഴ്സ് നമ്മൾ സജസ്റ്റ് ചെയ്യുമ്പോൾ, അഭിപ്രായപ്പെടുമ്പോൾ, ആ കുട്ടിക്ക് ആ കോഴ്സ് പൂർത്തീകരിക്കാൻ സാധിക്കുമോ? അതിന് കോഴ്സിന് എത്ര ഫീസ് ഉണ്ട്? അതിനു വേണ്ടിയിട്ട് ഞാൻ ഏത് സ്ഥാപനത്തിലേക്കാണ് എൻ്റെ കുട്ടിനെ പറഞ്ഞേക്കുന്ന സ്ഥാപനത്തിൽ ഇസ്ലാമികമായിട്ടുള്ള ഒരു മാഹൗലുണ്ടോ, ഒരു സാഹചര്യം ഉണ്ടോ? പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. എനിക്ക് വ്യക്തമായി സൂചിപ്പിക്കാനുള്ള സംഗതി, നമ്മുടെ മക്കളെ ഏത് കോഴ്സിന്, ഏത് സ്ഥാപനത്തിലേക്ക് നമ്മൾ പറഞ്ഞേക്കുകയാണെങ്കിലും ആ സ്ഥാപനം ഇസ്ലാമികമായിട്ടുള്ള ഒരു സംസ്കാരം നൽകാത്തതാണെങ്കിൽ, 10ാം ക്ലാസ് വരെ 12ാം ക്ലാസ് വരെ നല്ല ഇസ്ലാമികമായിട്ടുള്ള സംസ്കാരത്തിലാണ് നാം നമ്മുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും വളർത്തിയത്. എന്നിട്ട് ഒരു സംസ്കാരവുമില്ലാത്ത ഒരു കലാലയത്തിലേക്ക് കുട്ടിയെ നമ്മൾ പറഞ്ഞേക്കുമ്പോൾ ആ സാഹചര്യത്തിനനുസരിച്ച് നിലവിലുള്ള സംസ്കാരം മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. 2 രക്ഷിതാക്കൾ കൗൺസിലിങ്ങിന് വന്നിട്ട് സങ്കടപ്പെട്ട് കരയാണ്. പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുത്തു, നിക്കാഹ് ചെയ്തു കൊടുത്തു. നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടിയും അവളുടെ ഭർത്താവും ഒന്നിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നില്ല. കാരണം ഈ പെൺകുട്ടിക്ക് മറ്റൊരു പ്രണയമുണ്ട്. ഈ പ്രണയം പൂവിട്ടത് എവിടെ നിന്നാണ്? ഒരു പ്രൊഫഷണൽ കലാലയത്തിൽ നിന്നാണ്. അപ്പൊ ഈ ഉമ്മ എൻ്റെ അടുത്ത് പറയാണ്, ഞാൻ എൻ്റെ പെൺകുട്ടിയെ ഈ 12ാം ക്ലാസ് വരെ ഏറ്റവും നല്ല ധർമ്മനിഷ്ഠയോടുകൂടി, മതനിഷ്ഠയോടുകൂടിയാണ് വളർത്തിയത്. എന്നാൽ മതനിഷ്ഠയോടുകൂടി വളർത്തിയ പെൺകുട്ടിയെ പിന്നീട് ഡിഗ്രി തലത്തിലുള്ള എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസത്തിന് പറഞ്ഞയച്ചത് നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സ്ഥാപനത്തിലാണ്. പക്ഷേ അവിടെ മതപരമായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നില്ല. ആണും പെണ്ണും ഒന്നിച്ച് ഇടകലർന്ന് യാതൊരു അതിരുമില്ലാതെ സ്വാതന്ത്ര്യബോധത്തോടുകൂടി അവരുദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായി ആസ്വദിക്കുന്ന തലത്തിലാണ് വളരുന്നത്. സ്വാഭാവികമായി അത്തരം ഒരു ക്യാമ്പസിൽ ഒരു കുട്ടി എത്തിപ്പെടുമ്പോൾ കുട്ടിയുടെ ധർമ്മനിഷ്ഠ എന്നുള്ള ആ സങ്കല്പം പാടെ ഇല്ലാതാവുകയാണ്. ഇതാണ് രക്ഷിതാക്കൾ മനസ്സിലാക്കേണ്ട കാര്യം. പ്രിയപ്പെട്ടവരെ, ഒരു രക്ഷിതാവിൻ്റെ മറ്റൊരു ഉത്തരവാദിത്വം, സ്കൂളിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് നമ്മുടെ ഉത്തരവാദിത്വം തീരുന്നില്ല. ആ രക്ഷിതാവിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലുള്ള അധ്യാപകരുമായിട്ട് ഏറ്റവും നല്ല ഒരു ബന്ധം സ്ഥാപിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അധ്യാപകനാണ് ഈ കുട്ടിയെ കൈകാര്യം ചെയ്യുന്നത്. ഈ അധ്യാപകർക്കാണ് കുട്ടിയെ സംബന്ധിച്ച് ശരിയായി പറഞ്ഞു തരാൻ സാധിക്കുക. അപ്പോൾ ഈ രക്ഷിതാവ് ഈ അധ്യാപകരുമായി ഒരു നല്ല ആത്മബന്ധം സ്ഥാപിക്കുക, എന്നിട്ട് കുട്ടിയെ സംബന്ധിച്ച് അന്വേഷിക്കുക. നിങ്ങളുടെ കുട്ടിക്ക് എന്തെങ്കിലും വൈകാരികമായ പ്രശ്നങ്ങളുണ്ട്, പ്രത്യേകമായ ശ്രദ്ധ ലഭിക്കേണ്ട കാര്യങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കുണ്ടെങ്കിൽ ആ അധ്യാപകരുമായി പേഴ്സണലായി കണ്ട് തങ്ങളുടെ കുട്ടികളെ സംബന്ധിച്ച് സംസാരിച്ച് അത് ക്ലിയർ ചെയ്യേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കാണുള്ളത്. 40 കുട്ടി ഒരു ക്ലാസ്സിലുണ്ടെങ്കിൽ 40 കുട്ടികളെ സംബന്ധിച്ചും അധ്യാപകന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്ക് പ്രത്യേക ശ്രദ്ധ നൽകേണ്ട, പ്രത്യേക പരിഗണന നൽകേണ്ട ഒരു സ്വഭാവ ദൂഷ്യമുണ്ട്, അല്ലെങ്കിൽ പഠനത്തിൽ വൈകല്യമുണ്ട്. ആ സംഗതി രക്ഷിതാവ് എന്നുള്ള നിലയിൽ നിങ്ങളാണ് ആ അധ്യാപകനെ ബോധ്യപ്പെടുത്തേണ്ടത്. അതുപോലെ തന്നെ കുട്ടിയെ നമ്മൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കുമ്പോൾ കാൽനടയായി പോകുന്നവരുണ്ട്, വാഹനത്തിൽ പോകുന്നവരുണ്ട്. വാഹനത്തിൽ പോകുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ആവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ഉത്തരവാദിത്വം ഓട്ടോറിക്ഷയിലായിരിക്കും ചിലപ്പോൾ പറഞ്ഞേക്കുന്നത്,
അല്ലെങ്കിൽ സ്കൂൾ ബസ്സിലായിരിക്കും. എങ്ങനെയാണെങ്കിലും എൻ്റെ കുട്ടി യഥാസമയത്ത് സ്കൂളിൽ എത്തുന്നുണ്ടോ, എത്തുന്ന സമയം എപ്പോഴാണ്, എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടകലാരാനും വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് മറ്റുള്ളവരുമായി പോകാനും പറ്റുന്ന സ്വാതന്ത്ര്യം കുട്ടിക്കുണ്ടോ? പലപ്പോഴും ഫ്രീ ടൈം കിട്ടുമ്പോൾ അധ്യാപകൻ ക്ലാസ്സിൽ വരുന്നതിന് മുമ്പ് വളരെ നേരത്തെ തന്നെ കുട്ടി സ്ഥാപനത്തിൽ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത നമുക്കറിയാം. നമ്മുടെ കുട്ടികളെ മയക്കുമരുന്ന് പോലെയുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന കലാലയങ്ങൾ ഇന്നുണ്ട്. അപ്പൊ ആ കുട്ടികളെ റാഞ്ചിയെടുക്കാൻ കഴുകന്മാർ വട്ടമിട്ട് പറക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ കുട്ടി സ്കൂളിൽ നേരത്തെ എത്തുകയാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു മാഹൗലാണോ അവിടെ ഉള്ളത് എങ്കിൽ അതില്ലാതെ സൂക്ഷിക്കാനുള്ള മുൻകരുതൽ രക്ഷിതാവായ നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മക്കളെ സ്കൂളിലേക്കും കോളേജിലേക്കും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആ പഠനത്തിനുള്ള ഒരു മാനസിക സന്നദ്ധത കുട്ടിക്കുണ്ടാവണം. വാപ്പക്കുണ്ട്, ഉമ്മക്കുണ്ട്. നിരന്തരം കുട്ടിയെ നിർബന്ധിക്കുകയാണ് പഠനത്തിന് വേണ്ടി. എന്നാൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ സ്കൂളിനോട് താല്പര്യമില്ല, അധ്യാപകനോട് താല്പര്യമില്ല. ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് പഠനം മുന്നോട്ട് പോവുക? അതുകൊണ്ട് പഠനത്തിലേക്ക് എത്തിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ എവിടെങ്കിലും അതിന് തടസ്സങ്ങൾ നേരിട്ടാൽ, ബാരിയേഴ്സ് പ്രത്യക്ഷപ്പെട്ടാൽ, തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ പഠനം മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് പഠനത്തെ തടസ്സപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്ത് എന്ന് അന്വേഷിക്കാനും കണ്ടെത്താനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനും രക്ഷിതാക്കളായ നമുക്ക് ബാധ്യത ഉണ്ട്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഇവിടുന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന സമയത്ത് ട്രാഫിക് ബ്ലോക്ക് വന്നു. ട്രാഫിക് ബ്ലോക്ക് വന്നാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ യാത്ര തടസ്സപ്പെടുകയാണ്. ഇതുപോലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി പ്രയാണത്തിലാണ്, പഠനത്തിന്റെ പ്രയാണത്തിലാണ്, ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്രയിൽ തടസ്സം ഉണ്ടാവുകയാണ്. ഒരു ഉദാഹരണം, പരീക്ഷാ പേടി എന്നുള്ളത്. ഇപ്പം ഞാൻ സൂചിപ്പിച്ച വിഷയം, ഒരു വണ്ടി അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിൽ നമ്മൾ പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് നമുക്ക് എത്താൻ പറ്റില്ല. പഠനം എന്നുള്ള ലക്ഷ്യം, ആ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മളെ മക്കൾ പുറപ്പെടുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ പ്രണയം എന്നുള്ളത് ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഒരു കുട്ടി പ്രണയത്തിൽ അകപ്പെട്ട്, സ്വാഭാവികമായിട്ട് ആ കുട്ടി പ്രണയത്തിൽ അകപ്പെട്ടത് കൊണ്ട് പുസ്തകം നിവർത്തി വെക്കുമ്പോൾ കുട്ടിയുടെ മനസ്സിലേക്ക് ആ വ്യക്തിയുടെ ഫോട്ടോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ചിന്തയാണ് കടന്നു വരിക. അതോടുകൂടി പഠനം ബ്ലോക്കഡായി. കുട്ടി അകാരണമായ പേടിക്ക് വശംവദയായി, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഷോക്കിംഗ് ആയ എന്തെങ്കിലും ഒരു ഇവന്റ് ഉണ്ടായി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൗൺസിലിംഗ് വന്ന ഒരു സഹോദരി പറഞ്ഞ വിഷയതാണ്. അവരുടെ ജീവിതത്തിൽ ഉണ്ടായ വലിയൊരു ഷോക്കാണ് വല്യപ്പന്റെയും വല്യമ്മന്റെയും മരണം. കോവിഡ് സമയത്താണ് ഉണ്ടായത്. അവർക്കെല്ലാവർക്കും കോവിഡ് വന്നു. ആ സഹോദരിക്ക് വന്നു, ഭർത്താവിന് വന്നു, മക്കൾക്ക് വന്നു. ഭർത്താവിൻ്റെ മാതാപിതാക്കൾ, വല്യപ്പി വല്യമ്മയല്ല, ഭർത്താവിൻ്റെ മാതാപിതാക്കൾ രണ്ടുപേരും ഒന്നിടവിട്ട ദിവസം മരണപ്പെടുകയാണ് കോവിഡ് ബാധിച്ചിട്ട്. എന്നാൽ ഈ സഹോദരിയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈ വിഷയത്തിൽ ഇടപെടാൻ പറ്റിയില്ല, അവർക്കൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയില്ല. ഇത് അവളുടെ മനസ്സിലുണ്ടാക്കിയ ഷോക്ക് നമുക്ക് വിവരിക്കാൻ പറ്റാത്തതാണ്. ഇങ്ങനെയുള്ള ഷോക്കിംഗ് ആയ ഇൻസിഡൻസ് പലപ്പോഴും നമ്മുടെ മക്കൾക്ക് ഉണ്ടാവുന്നുണ്ട്. അത് കുട്ടികൾ അനുഭവിക്കുന്ന പ്രശ്നമാണ്. വാപ്പയിൽ നിന്നോ ഉമ്മയിൽ നിന്നോ ഉണ്ടാവുന്ന മോശപ്പെട്ട പെരുമാറ്റങ്ങൾ, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും തമ്മിൽ എന്നും വഴക്കാണ് എങ്കിൽ അത് കുട്ടിക്ക് മാനസികമായിട്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ഇത് ആ കുട്ടിയുടെ പഠനത്തെ ബാധിക്കും. ഇത്തരം തടസ്സങ്ങൾ നീക്കാനുള്ള സഹായ സഹകരണങ്ങൾ രക്ഷിതാക്കളായ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് പഠനം എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു പ്രക്രിയ നിർവഹിക്കപ്പെടണമെങ്കിൽ ഒരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ടാവണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഓഡിറ്റോറിയത്തിൽ മറ്റ് ശബ്ദങ്ങളുടെ തടസ്സമില്ലാതെ നമ്മൾ ഈ ക്ലാസ് കേൾക്കുമ്പോൾ എൻ്റെ ക്ലാസ് ഡെലിവർ ചെയ്യപ്പെടുന്നു, നിങ്ങൾ കേൾക്കുന്നു, നിങ്ങൾക്ക് മനസ്സിലാവുന്നു. നേരെ മറിച്ച് വാഹനങ്ങളുടെ ശക്തമായ ഹോൺ ഈ ക്ലാസിൻ്റെ ഇടയിൽ ഇങ്ങനെ നടക്കുകയാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശബ്ദങ്ങൾ തടസ്സപ്പെടുത്തുകയാണെങ്കിൽ എൻ്റെ ക്ലാസ് ബ്ലോക്ക് ചെയ്യപ്പെടും. അതുകൊണ്ട് ലേണിംഗ് എന്നുള്ള, പഠനം എന്നുള്ള പ്രക്രിയ ശരിയായ രൂപത്തിൽ നടക്കുന്നുണ്ടോ,
അതിന് പറ്റുന്ന ഒരു കാലാവസ്ഥ നമ്മുടെ വീട്ടിലുണ്ടോ? നല്ല റൂം സംവിധാനമുണ്ടോ? നല്ല വെളിച്ചമുണ്ടോ? നല്ല വായു സഞ്ചാരമുണ്ടോ? ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? കുട്ടി ചാരിയിരുന്ന ഒരു സ്ഥലത്ത് വെച്ച് വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുട്ടി ഉറങ്ങിപ്പോകും. ഇപ്പോൾ സ്കൂളുകളിലും മദ്രസയിലൊക്കെ നമ്മൾ കാണുന്ന സംഗതി ഡെസ്കും ബെഞ്ചുമാണ്. ഡെസ്കും ബെഞ്ചും എന്തിനാ സംവിധാനിച്ചത്? വളരെ ശാസ്ത്രീയമായി ഇരിക്കുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ, രക്തസഞ്ചാരം നടക്കാൻ വേണ്ടിയിട്ടാണ്, അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു സംവിധാനം വീട്ടിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി ഒരുക്കണം. എന്നാൽ പഠനത്തിൽ നിന്ന് ശ്രദ്ധ അകറ്റുന്ന വസ്തുക്കൾ, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ, ആ മൊബൈൽ ഫോൺ അവിടെ പ്ലേസ് ചെയ്തു. കുട്ടിയോട് നമ്മൾ പഠിക്കാൻ പറഞ്ഞാൽ സ്റ്റോറി കാണുന്ന, റീൽസ് കാണുന്ന, ഇൻസ്റ്റയിൽ അക്കൗണ്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാൻ പറ്റൂല. അതുകൊണ്ട് പഠനാന്തരീക്ഷം വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് രക്ഷിതാവ് ബോധപൂർവം നിർവഹിക്കേണ്ട കാര്യമാണ്. പഠനത്തിൽ നിന്ന് കുട്ടിയുടെ ശ്രദ്ധ അകറ്റുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റുക എന്നുള്ളതും പഠനം അനായാസം മുന്നോട്ട് പോവാനുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഒരു കുട്ടിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് ഒരുപാട് ഘടകങ്ങൾ സമ്മേളിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്. അതിനെന്ത് വേണം? സാമൂഹ്യ പ്രക്രിയയിൽ കുട്ടിയുടെ പങ്കാളിത്തം വേണം. സമൂഹത്തിലാണ് കുട്ടി ജീവിക്കുന്നത്. ഇപ്പോൾ രക്ഷിതാവ് വിളിക്കുകയാണ്, കുട്ടി തീരെ പുറത്തിറങ്ങുന്നില്ല, ആരുമായിട്ടും സംസാരിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കെല്ലാം ചെയ്തു കൊടുത്ത് നാം കുട്ടികളെ കേടുവരുത്താൻ പാടില്ല. പല രക്ഷിതാക്കളും മനസ്സിലാക്കണത് എന്താ വെച്ചാൽ, കുട്ടി ചോദിക്കുന്നത് മുഴുവൻ ചെയ്തു കൊടുക്കുക, കുട്ടിയുടെ ഒരു കാര്യവും സ്വതന്ത്രമായി കുട്ടിയെ ചെയ്യാനുള്ള ഫ്രീഡം കൊടുക്കാതിരിക്കുക. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഒരിക്കൽ ഞാനും എൻ്റെ മകളും കൂടി യാത്ര ചെയ്യുമ്പോൾ അവളൊരു ഷൂസ് വാങ്ങിയിട്ടുണ്ട്. ആ ഷൂസിൻ്റെ ലേസ് ഇടാൻ അവൾക്ക് പറ്റില്ല. ഞാൻ പറഞ്ഞു, നീ ഇട്ടോ, അതിടണ്ടാണ്, ഞാനല്ല, അത് പഠിക്കണം. ഷൂസ് നമ്മൾ വാങ്ങിക്കൊടുക്കുക, അതിൻ്റെ ലേസും കൊട്ടി കൊടുക്കുക, എന്നാൽ പിന്നെ എല്ലാം നമ്മളായിട്ട് ചെയ്തു കൊടുത്താൽ പോരെ. അതായത് ഇത് എങ്ങനെ ചെയ്യണം? ഇപ്പോൾ ഒരു മാർക്കറ്റിൽ പോയിട്ട് 10 രൂപക്ക് പച്ചക്കറി എങ്ങനെ വാങ്ങണം എന്നുള്ള ട്രെയിനിങ് പോലും നമ്മൾ കൊടുക്കില്ല. നമ്മൾ മാർക്കറ്റിൽ പോയിട്ട് മീൻ വാങ്ങുന്നു, പച്ചക്കറി വാങ്ങുന്നു, എല്ലാം വാങ്ങി കുട്ടികൾക്ക് കൊടുക്കുന്നു, അല്ലേ? പൈസ കൊടുത്ത് സാധനം വാങ്ങിയാൽ എത്ര ബാലൻസ് വാങ്ങണം? ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ നമ്മളാ ടിക്കറ്റ് എടുക്കുക, പൈസ കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞിട്ട് ബാലൻസ് കുട്ടി വാങ്ങുന്നുണ്ടോ? കണക്ക് അവിടെയല്ലേ പഠിക്കൽ പ്രാക്ടിക്കലായിട്ട്. തിയറി പേപ്പർ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്നുണ്ട്. പ്രാക്ടിക്കലായി പ്രായോഗിക ജീവിതത്തിൽ കുട്ടി കണക്ക് പഠിക്കണമെങ്കിൽ കണക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ സമ്മാനിക്കേണ്ടത് മാതാപിതാക്കളാണ്. അപ്പോൾ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വം വളരെ വലുതാണ്, അല്ലേ? കുട്ടികൾക്ക് സ്വതന്ത്രമായി അവരുടെ അഭിപ്രായങ്ങൾ രൂപീകരിക്കാനും പറയാനുള്ള സ്വാതന്ത്ര്യം രക്ഷിതാക്കൾ കൊടുക്കണം. കുട്ടി അബദ്ധങ്ങൾ പറഞ്ഞിരിക്കും, അവിടെയാണ് നമ്മൾ തിരുത്തേണ്ടത്. കുട്ടികളെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിൽ പങ്കാളികളാവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും NSS, NCC, അതുപോലെ തന്നെ സ്കൗട്ട് പോലെയുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ എന്തിനാണ്? സാമൂഹ്യ പ്രക്രിയയിൽ കുട്ടികളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൊണ്ടു, NSSൽ പങ്കാളിയായിട്ടുള്ള വളണ്ടിയറായിട്ട് സർവീസ് ചെയ്ത ഒരു കുട്ടിയും അതിൽ ഒന്നിലും പങ്കെടുക്കാത്ത കുട്ടി ഒരുപോലെയല്ല. വളണ്ടിയർ സർവീസ്, സ്വമേധയാ കാര്യങ്ങൾ ചെയ്യാനുള്ള സന്നദ്ധത കുട്ടികളിൽ വളർത്തിയെടുക്കാനും നേതൃത്വ പാഠവം ഉണ്ടാക്കിയെടുക്കാനും ഒക്കെയുള്ള സർക്കാരിൻ്റെ സംവിധാനമാണ് NSS, നാഷണൽ സർവീസ് സ്കീം. നമ്മളെ മക്കൾ അതിൽ പങ്കാളികളാവണം, അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടത്തുകയാണെങ്കിൽ ആ പ്രോഗ്രാം നടത്താനുള്ള ആ ഒരു തയ്യാറെടുപ്പ്, കോർഡിനേഷൻ, ലീഡർഷിപ്പ്, സംഘാടനം, അതുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്, സൽക്കാരം നടക്കുകയാണ്, അത് ഓർഗനൈസ് ചെയ്യേണ്ടത് ആരാണ്? നമ്മുടെ കുട്ടികളാണ്. അതുകൊണ്ട് നമ്മുടെ കുട്ടികൾക്ക് അത്തരം ഡ്യൂട്ടീസ് ചെയ്യാനുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കണം. ചില രക്ഷിതാക്കളുടെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ അവസരം കൊടുക്കൂല. കാരണം ഉമ്മ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടി ചെയ്യണം, ഉപ്പ ചെയ്യുന്നത് പോലെ തന്നെ കുട്ടി ചെയ്യണം. അതൊരിക്കലും സംഭവ്യമല്ല. നമ്മൾ വിചാരിക്കുന്ന അതേ സ്റ്റാൻഡേർഡിലേക്ക് കുട്ടികളെ കൊണ്ടുവരാൻ പറ്റൂല. അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് തെറ്റുകൾ വരുമ്പോൾ തെറ്റുകൾ പറ്റാനുള്ള, തെറ്റുകൾ വരുത്താനുള്ള സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുമ്പോഴാണ് കുട്ടികൾ പഠിക്കുന്നതും കുട്ടികൾ വളരുന്നതും. അതുകൊണ്ട് കുട്ടികൾക്ക് NCC, NSS പോലെയുള്ള എല്ലാ സാമൂഹ്യമായിട്ടുള്ള ഇടപെടലിനുമുള്ള അവസരങ്ങൾ രക്ഷിതാക്കൾ നൽകേണ്ടതുണ്ട്.
അതുകൊണ്ട് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്താൻ ഉയരാൻ കുട്ടികൾക്ക് സാധിക്കും എന്നുള്ളതിൽ ഒരു സംശയമില്ല. അതുപോലെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മളെ മക്കൾക്ക് വ്യത്യസ്തമായ കഴിവുകളുണ്ട്. ഇപ്പം നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് കുട്ടിക്ക് നൽകിക്കഴിഞ്ഞാൽ കുട്ടി എഴുതി തരും അല്ലേ? പല നൈപുണികളും കുട്ടികൾക്കുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ എന്ന സംവിധാനം ദുരുപയോഗം കുട്ടികൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ പരാതി. എന്നാൽ ദുരുപയോഗം ചെയ്യാതിരിക്കാൻ ക്രിയേറ്റീവായി, സൃഷ്ടിപരമായി ആ സോഷ്യൽ മീഡിയ സംവിധാനത്തെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ട്രെയിനിങ് മക്കൾക്ക് നമ്മൾ കൊടുത്തു നോക്കൂ. ഇപ്പൊ ഇസ്ലാമിക് ദഅവത്തിന് വേണ്ടി, ഇസ്ലാമികമായ പ്രബോധനത്തിന് വേണ്ടി നമുക്ക് ആ സംവിധാനത്തെ ഉപയോഗിക്കാൻ പറ്റും. സ്വന്തമായിട്ട് 100 രൂപ അല്ലെങ്കിൽ 500 രൂപ ഉണ്ടാക്കാൻ ബിസിനസ് സംരംഭങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും. യൂട്യൂബ് സ്വന്തമായിട്ട് എങ്ങനെ നിർമ്മിക്കാമെന്ന് കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്താൽ നല്ലതായ ഒരുപാട് കാര്യങ്ങൾ ആ യൂട്യൂബ് സംവിധാനത്തിൽ കൂടി കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു വരുന്നത്, സോഷ്യൽ മീഡിയ എന്നുള്ളത് 100% തെറ്റാണ് എന്നുള്ള മെസ്സേജ് കുട്ടികൾക്ക് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. കാരണം കുട്ടികൾ അത് കേൾക്കാൻ പോകുന്നില്ല. ഓരോ കുട്ടിയും ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളുടെ കയ്യിൽ കുറഞ്ഞ സമയം മൊബൈൽ ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലേക്കും കുട്ടി ചേക്കേറുകയാണ്. അതുകൊണ്ട് അവരുടെ കൈകളിൽ കിട്ടുന്ന മൊബൈൽ ഫോൺ എന്ന സംവിധാനം ഗുണപരമായി എങ്ങനെ പ്രയോഗിക്കണം എന്നുള്ള കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ, ഗൈഡൻസ് രക്ഷിതാക്കളായ നമ്മൾക്കുണ്ടാവണം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഒരു കൗൺസിലിംഗ് കേസ് ഞാൻ ഡീൽ ചെയ്യുന്നത്, പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് 15 വയസ്സുള്ള ഒരു പെൺകുട്ടിയുണ്ട്. ഈ 15 വയസ്സുള്ള പെൺകുട്ടി ഒരു 4-5 ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നു. എന്നാൽ ഇത് എന്താണ് എന്നോ എങ്ങനെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നോ മാതാപിതാക്കൾക്ക് ഒരറിവുമില്ല. അതുകൊണ്ട് ഒരുപാട് ഫ്രസ്ട്രേഷൻസ് ഈ കുട്ടിക്ക് ഉണ്ടാവുകയാണ്. ഞാൻ പറയുന്നത് 2 ജനറേഷനാണ്. ഒന്ന് ആൽഫ ജനറേഷനിലുള്ള മെമ്പറാ. എന്താ ആൽഫ ജനറേഷൻ? ഡിജിറ്റൽ നേറ്റീവ്സ്. ടെക്നോളജിയുടെ കാലഘട്ടത്തിൽ വളർന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും മുഴുവൻ ഈ സംവിധാനത്തിലാണ്. എന്നാൽ 40-50 വയസ്സുള്ള നമ്മെ പോലെയുള്ള രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള കൃത്യമായ അറിവില്ല. ഇത് രണ്ടും തമ്മിലുള്ള പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ മാറ്റാൻ വേണ്ടി നമ്മൾ വാശി പിടിച്ചിട്ട് ഒരു കാര്യമില്ല. ദേ വിൽ നെവർ ചേഞ്ച്. അവർ മാറൂല. മാറേണ്ടത് നമ്മളാണ്. രക്ഷിതാക്കളായ നമ്മൾ മാറണം. കാരണം ടെക്നോളജിയിൽ, സാങ്കേതിക വിദ്യയിൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നടുവിലാണ് ഇപ്പൊ കുട്ടികളുള്ളത്. ChatGPT പോലെയുള്ള സംവിധാനങ്ങളാണ് ഇന്ന് കുട്ടികൾ ഉപയോഗിക്കുന്നത്. ഇപ്പൊ ക്ലാസ് എടുക്കാൻ ഇപ്പൊ അധ്യാപകൻ പരിശ്രമിച്ചാൽ പോലും കുട്ടികൾ ക്ലാസ് കേൾക്കാൻ തയ്യാറല്ല. കാരണം ഈ അധ്യാപകൻ എടുക്കുന്ന ക്ലാസ്സിനേക്കാൾ മനോഹരമായ ക്ലാസ്സുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. അതുകൊണ്ട് സാറേ ക്ലാസ്സുകൾ നിർത്തിക്കൊള്ളൂ, ഇതിനേക്കാളും സൂപ്പർ ക്ലാസ് അപ്പുറത്തുണ്ട്. അതുകൊണ്ട് ഒരു അധ്യാപകന്റെ ധർമ്മം എന്താണ്? മെന്ററിങ് എന്നുള്ളതാണ്. ഒരു രക്ഷിതാവിന്റെ ധർമ്മം എന്താണ്? മെന്ററിങ് എന്നുള്ളതാണ്. കുട്ടിയിലുള്ള സർഗശേഷികളും കഴിവുകളും കണ്ടെത്തിക്കൊണ്ട്, നൈപുണികൾ കണ്ടെത്തിക്കൊണ്ട് ആ കുട്ടിയെ വളർത്താൻ വേണ്ട പ്രോത്സാഹനങ്ങൾ നിരന്തരം കൊടുക്കുക എന്നുള്ളതാണ് ഒരു രക്ഷിതാവിന്റെ ഡ്യൂട്ടി അല്ലേ? നന്നായി ചിത്രം വരക്കാൻ കഴിവുള്ള കുട്ടിയുണ്ട്, നന്നായി പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള കുട്ടിയുണ്ട്. ഒരു വിഷയം അങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. നമ്മുടെ കുട്ടികളിൽ ഒളിഞ്ഞിരിക്കുന്ന വ്യത്യസ്തമായ കഴിവുകൾ, അവസരങ്ങൾ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവരത് പുറത്തെടുക്കും. നമ്മളിൽ നിന്ന് ഒഴിവാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംസാരം നെഗറ്റീവായ സംസാരങ്ങളാണ്. ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ഒഴിവാക്കുക. ഏത് സമയവും കുട്ടികളെ പിന്നാലെ കൂടിയിട്ട് സൈക്കിൾ എടുത്ത് കൂട്ടുന്ന രക്ഷിതാക്കളുണ്ട്. ഒന്നിനും സ്വാതന്ത്ര്യം കൊടുക്കൂല. ഇത്തരം രീതിയിൽ നമ്മൾ മക്കളെ വളർത്തുമ്പോൾ ആ കുട്ടികൾ ഏറ്റവും വലിയ സോഷ്യൽ ക്രിമിനൽസ് ആയിട്ടാണ് മാറാൻ സാധ്യത. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കുട്ടികളുടെ അക്കാദമിക് പ്രോഗ്രസ്സിൽ നമ്മുടെ പങ്കാളിത്തം നമ്മൾ ഉറപ്പ് വരുത്തണം. എന്ന് വെച്ചാൽ കുട്ടി പഠിക്കുമ്പോൾ കുട്ടിയുടെ ക്ലാസ് ഏതാണ്? ഇപ്പൊ SSLC പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഏതൊക്കെ വിഷയങ്ങളാണ് കുട്ടിക്ക് പഠിക്കാനുള്ളത്, ഏത് വിഷയത്തിലാണ് കുട്ടി പ്രയാസം നേരിടുന്നത്? പ്രയാസം നേരിടുന്ന വിഷയത്തിന് ട്യൂഷൻ കൊടുത്താൽ മതി. എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ കൊടുക്കേണ്ടതില്ല. ഇനി ഒരു സ്ഥാപനത്തിലേക്ക് ട്യൂഷന് പറഞ്ഞേക്കാതെ തന്നെ ഓൺലൈൻ സംവിധാനത്തിൽ കൂടി ഏറ്റവും നല്ല ക്ലാസുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രാഥമികമായ അറിവ് രക്ഷിതാക്കൾക്ക് കിട്ടണമെങ്കിൽ
PTA മീറ്റിംഗ് പോലെയുള്ള മീറ്റിങ്ങുകളിൽ നമ്മൾ പോവണം, അധ്യാപകരോട് സംസാരിക്കണം. കുട്ടി നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഈ അധ്യാപകരോട് സംസാരിച്ചാൽ തീർച്ചയായും നമുക്ക് കിട്ടും. അതുകൊണ്ട് രക്ഷിതാക്കൾ ഇത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്. ഇമോഷണൽ സപ്പോർട്ട് അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ? വൈകാരികമായ പിന്തുണ, അല്ലേ? എന്തെങ്കിലും ഒരു എറർ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് കുട്ടികളുടെ ഭാഗത്ത് സംഭവിക്കാന്ന് വിചാരിക്കുക, അത് സംഭവിക്കും. ഒരു ഗ്ലാസ് വീണ് ഉടഞ്ഞ ഗ്ലാസിനെ സംബന്ധിച്ച് നിരന്തരം കുറ്റപ്പെടുത്തിയതുകൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാൽ കുട്ടിയുടെ തെറ്റിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണമെങ്കിൽ രക്ഷിതാവ് എന്നുള്ള ആളുടെ ധർമ്മം എന്താണ്? അവിടെ സപ്പോർട്ടീവായി നിൽക്കുക എന്നുള്ളതാണ്, അല്ലേ? ഒരു ക്ലാസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആ ക്ലാസ്സിൽ മിസ്റ്റേക്സ് വന്നേക്കാം. എന്നാൽ ആ മിസ്റ്റേക്സ് മാത്രം ഹൈലൈറ്റ് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ക്ലാസ് എടുക്കാൻ അയാൾക്ക് താല്പര്യം ഉണ്ടാവില്ല. നേരെ മറിച്ച് അതിലുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉൾക്കൊള്ളാൻ അയാൾക്ക് സാധിക്കും. ഇതുപോലെ ഒരു നല്ല പാരന്റിന് ഒരുപാട് ഡ്യൂട്ടീസ് ഉണ്ട്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സ്കൂൾ തുറന്നിരിക്കുന്നു. ഈ സമയത്ത് ഒരു രക്ഷിതാവ് എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് എന്താണ്? ഒന്നാമതായിട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, കുട്ടികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, പരിഹരിക്കണം. ഭക്ഷണം ഏറ്റവും പ്രധാനമാണ്. പോഷകാഹാരക്കുറവ് അനുഭവിക്കുന്ന മാൽന്യൂട്രീഷ്യസ് ആയ ഒരുപാട് കുട്ടികളുണ്ട്. എന്താ ആഹാരം എന്ന് പറഞ്ഞാൽ? പ്രോട്ടീൻ ഉൾക്കൊള്ളുന്ന ഫുഡ് കുട്ടിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മാനസിക പ്രശ്നങ്ങൾ പോലും കുട്ടിക്കുണ്ടാവും. അതുകൊണ്ട് എൻ്റെ കുട്ടി ശരിയായ പ്രാതൽ കഴിക്കുന്നുണ്ടോ? പ്രഭാത ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഉച്ചക്കുള്ള ഫുഡ് സ്കൂളിൽ നിന്ന് കൃത്യമായിട്ട് കുട്ടി കഴിക്കുന്നുണ്ടോ? വെള്ളം കുടിക്കുന്നുണ്ടോ? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ പച്ചക്കറിയും ഫ്രൂട്ട്സും ഇതൊക്കെ കുട്ടി കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിട്ടില്ലെങ്കിൽ കുട്ടിയിൽ ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുപോലെ കുട്ടികൾക്ക് സുരക്ഷിതത്വം കൊടുക്കുക, നിർഭയത്വം കൊടുക്കുക, ഇത് രക്ഷിതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. കുടുംബത്തിൽ നിന്ന് മാനസികമായും ശാരീരികമായിട്ടുള്ള പീഡനങ്ങൾ, സെക്സ്വൽ അബ്യൂസ് കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളിൽ നിന്ന്, പുറത്തൊരാളോടും പ്രഖ്യാപിക്കാൻ കഴിയാത്ത ആളുകളിൽ നിന്ന് ലൈംഗികമായിട്ടുള്ള ചൂഷണങ്ങൾക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ വിധേയമാവുന്നു. ഈ അടുത്ത് വന്ന ഒരു കേസിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് കുട്ടിക്കുണ്ടാവാനുള്ള കാരണം മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകനിൽ നിന്ന്. പറയാൻ പറ്റൂല, അത്ര മോശമായിട്ടുള്ളൊരു സംഗതിയാണ്. മതപരമായ പാഠങ്ങൾ കൈമാറുന്ന അധ്യാപകനിൽ നിന്ന് സെക്സ്വൽ അബ്യൂസ് ഉണ്ടായി എന്നുള്ളതാണ് കുട്ടി നേരിടുന്ന ഏറ്റവും വലിയ മാനസിക പ്രശ്നം. അപ്പൊ നമ്മൾ സ്കൂളും മദ്രസയൊക്കെ നടത്തുമ്പോൾ നമ്മുടെ സ്കൂളിലും മദ്രസയിലും അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാനുള്ള മുൻകരുതൽ രക്ഷിതാക്കളും അധ്യാപകരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, കുട്ടികൾക്ക് വേണ്ട സംഗതി എന്താ? സ്നേഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോക്കറ്റിട്ട് നടന്നാൽ പോരാ, അത് കുട്ടിക്ക് അനുഭവിക്കണം. ഉപ്പിയും ഉമ്മയും കുട്ടിനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് കൈമാറുന്ന ഏറ്റവും വലിയ സംഗതി ടച്ചിങ് ആണ്. സ്കൂൾക്ക് യാത്ര പോകുന്ന കുട്ടി വീട്ടിൽ അതുവരെ കയർത്തിട്ടുണ്ടാവും, കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും. അവരെ ഒന്ന് ഉമ്മ വെക്കാൻ, ഒന്ന് ഹഗ് ചെയ്യാൻ, ആ ഒരു മാനസികാവസ്ഥയിലായിരിക്കില്ല പലപ്പോഴും കുട്ടി വീട് വിട്ടിറങ്ങുന്നത്. എന്നാൽ സ്കൂളിലേക്ക് ഇറങ്ങുന്ന, ബാഗുമായിട്ട് ഇറങ്ങുന്ന കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകി നമ്മൾ പറഞ്ഞേക്കാണെങ്കിൽ ഒരിക്കലും ആ കുട്ടി മോശപ്പെട്ട ഒരു സർക്കിളിൽ ചേരില്ല. പ്രിയപ്പെട്ടവരെ, നമ്മിൽ നിന്ന് സ്നേഹവും കാരുണ്യവും കിട്ടാത്തത് കൊണ്ട് അത് കിട്ടുന്ന സ്ഥലം അന്വേഷിച്ചുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ വഴിതെറ്റുന്നത്. അതുകൊണ്ട് രക്ഷിതാവിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ ധർമ്മം കുട്ടിക്ക് സ്നേഹവും കാരുണ്യവും വിളമ്പുക എന്നുള്ളതാണ്. അത് സ്ഫുരിക്കുന്ന സംസാരങ്ങളും അതുപോലെയുള്ള സ്പർശനങ്ങളും ഉപ്പയിൽ നിന്നും ഉമ്മയിൽ നിന്നും കൊടുക്കണം. കുട്ടിയെ ഒരു 10 തവണ ചീത്ത പറയുന്നതിനേക്കാളും ഏറ്റവും ഗുണപരമായ മാറ്റം ഉണ്ടാക്കുക ഒരു തവണ കെട്ടിപ്പിടിക്കുന്നതായിരിക്കും, ഉമ്മ വെക്കുന്നതായിരിക്കും. ഈ കാര്യത്തിലാണ് പലപ്പോഴും രക്ഷിതാക്കൾ പിശുക്ക് കാണിക്കുന്നത്. കുറഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു കൗൺസിലിംഗ് കേസിൽ ഒരു സ്ത്രീ 13-14 വയസ്സുള്ള ഒരു ആൺകുട്ടിയുമായിട്ട് വരികയാണ്. ആ ആൺകുട്ടി നേരിടുന്ന വലിയ പ്രശ്നം എന്താണ്? സെക്സ്വൽ ഡൈവേർഷൻ അല്ലെങ്കിൽ പെർവേഷനാണ്. അതായത് ആ പ്രായത്തിലുള്ള കുട്ടിയിൽ ലൈംഗികമായ വൈകൃതങ്ങൾ ഉള്ളതായിട്ട് ഈ രക്ഷിതാവ് റിപ്പോർട്ട് ചെയ്യുന്നു. അന്വേഷണം നടത്തി നോക്കുമ്പോൾ ഈ കുട്ടിയുടെ ഉമ്മയും കുട്ടിയുടെ ഉപ്പയും തമ്മിൽ എന്നും വഴക്കാണ്. ഭർത്താവ് ഗൾഫിലാണ്. ഇവർ തമ്മിലുള്ള ജീവിതത്തിൽ അസ്വസ്ഥനാണ് കുട്ടി.
ഈ ഉപ്പയുടെയും ഉമ്മയുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് രതിവൈകൃതങ്ങളിലേക്ക്, സെക്സ്വൽ പർവേഷനിലേക്ക് ഈ കുട്ടി പോയിരിക്കുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, പലപ്പോഴും കുട്ടികൾ നമ്മുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടി മോശപ്പെട്ട കാര്യങ്ങൾ കാണാനും ചെയ്യാനും പോയിരിക്കും. അതുകൊണ്ട് ഈ കുട്ടി അവൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഈ ഉമ്മയോട് ചോദിച്ചു, ഈ അടുത്തായിട്ട് നിങ്ങളെ കുട്ടിനെ ഒന്ന് ഉമ്മ വെച്ചിട്ടുണ്ടോ, ഹഗ് ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഉമ്മ പറഞ്ഞു, എനിക്കങ്ങനെ ഹഗ് ചെയ്യാൻ പറ്റുക, കാരണം ഞാനും എൻ്റെ ഭർത്താവും തമ്മിൽ എന്നും പ്രശ്നമാണ്, എൻ്റെ മാനസികാവസ്ഥ ഭയങ്കര പ്രശ്നത്തിലാണ്. അതുകൊണ്ട് കുട്ടിയെ ഉമ്മ വെക്കാനോ ഒന്ന് നല്ല രൂപത്തിൽ സംസാരിക്കാനോ ഉള്ള ക്ഷമയൊന്നും എനിക്ക് കുട്ടിയോടില്ല. അങ്ങനെ ആ കുട്ടിയെ ഉമ്മ വെക്കാൻ ആ ഉമ്മയോട് ഞാൻ എൻ്റെ സാന്നിധ്യത്തിൽ ആവശ്യപ്പെട്ടപ്പോൾ ആ കുട്ടിയെ ഉമ്മ വെച്ച ആ രംഗം എൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. കാരണം അവിടെ വെച്ച് കുട്ടി പൊട്ടിക്കരയുന്ന ആ രംഗമാണ് ഞാൻ കണ്ടത്. പ്രിയപ്പെട്ടവരെ, ഒരു ഹഗ് എന്നുള്ളത്, കെട്ടി ഉമ്മ വെക്കുക എന്നുള്ള, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുക എന്നുള്ളത് ഉണ്ടാക്കുന്ന ഒരു മിറാക്കുലസ് ചേഞ്ച് ഉണ്ട്. ഇത് പലപ്പോഴും ഉണ്ടാവില്ല, ശകാരവർഷങ്ങളാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു തവണയോ ഉണ്ടാക്കിയിട്ടുള്ള അബദ്ധങ്ങളോ തെറ്റുകളോ നിരന്തരം പർവ്വതീകരിച്ചുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന പ്രവണതയാണ് പലപ്പോഴും രക്ഷിതാക്കളിൽ നിന്ന് കുട്ടികൾ കേൾക്കാൻ ഇടവരുന്നത്. ഇത് നെഗറ്റീവ് എനർജി ഉണ്ടാക്കുക. നേരെ മറിച്ച് കുട്ടിയെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നാൽ പോലും അത് വിട്ടുവീഴ്ച ചെയ്ത് ക്ഷമിച്ചുകൊണ്ട് കുട്ടി ചെയ്ത നല്ല കാര്യങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് നിരന്തരം പ്രോത്സാഹിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഡിസൈറബിൾ ചേഞ്ച്, ഒരു നല്ല മാറ്റം കുട്ടികൾ ഉണ്ടാവുന്നതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, വിദ്യാഭ്യാസത്തിൻ്റെ വിഷയത്തിൽ ഒരു രക്ഷിതാവിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഈ കുട്ടിക്ക് മതപരമായ മൂല്യങ്ങൾ മദ്രസയിൽ നിന്ന് കിട്ടേണ്ട പ്രായത്തിൽ അത് കിട്ടണമെങ്കിൽ ധാർമ്മിക മൂല്യങ്ങൾക്ക് മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് നമ്മളാണ്. അന്നൗറ പോലെയുള്ള ഒരു മദ്രസാ സംവിധാനം നമ്മൾ കൊണ്ടുവന്നതിൻ്റെ താല്പര്യം തന്നെ എന്താണ്? കുട്ടികൾക്ക് ഗുണപരമായ മതമൂല്യങ്ങൾ പഠിപ്പിക്കുന്ന, ഉയർന്ന് ചിന്തിക്കുന്ന ഉയർന്ന സ്ഥാപനം ഉണ്ടാവണം. അവിടേക്ക് പറഞ്ഞേക്കുമ്പോൾ ആ കുട്ടിക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടണം, അവിടെയുള്ള അധ്യാപകർക്ക് നല്ല സാലറി കൊടുക്കണം. ഈ മദ്രസയിലേക്ക് പറഞ്ഞേക്കുമ്പോൾ രക്ഷിതാവ് ഒരു അപകർഷതാബോധത്തോടു കൂടി കുട്ടിയെ പറഞ്ഞേക്കുകയാണെങ്കിൽ കുട്ടി അപകർഷതാബോധത്തിലാണ് വളരുക. അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും നമുക്കുണ്ടാവേണ്ടത് ഔന്നിത്യബോധമാണ്. എൻ്റെ ജീവിതത്തിൽ വിജയം കരസ്ഥമാക്കാൻ ഉപകരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവ് നൽകുന്ന സ്ഥാപനം മദ്രസയാണ് എന്നുള്ള ആ ഒരു സന്ദേശം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും മക്കൾക്കത് കൈമാറുകയും ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പഠിപ്പിക്കുന്ന ഉന്നത ധാർമ്മിക മൂല്യങ്ങൾ ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിക്കാൻ കുട്ടി തയ്യാറാവും. നിങ്ങൾ നിരാശപ്പെടേണ്ട. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കുട്ടി നിസ്കരിച്ചിട്ടില്ല എങ്കിൽ, നോമ്പ് നോറ്റിട്ടില്ല എങ്കിൽ, നാം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചിട്ടില്ല എങ്കിൽ പോലും കുറച്ച് പ്രായമാകുമ്പോൾ, പക്വത എത്തുമ്പോൾ ഈ ബാലമനസ്സുകളിൽ നമ്മൾ കൊടുത്ത ധാർമ്മിക മൂല്യങ്ങൾ അവർ സ്വാംശീകരിക്കും, അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് അവർ ഒപ്പിയെടുക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. പക്ഷേ വേണ്ടത് പ്രാർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ആ മേഖല നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്ത ബോധം, അത് നമ്മൾ പഠിപ്പിക്കേണ്ടത്, നമ്മൾക്കതുണ്ടാവണം. മസ്ഊലിയത്ത് അല്ലേ? നേരത്തെ ഞാൻ ഓതിക്കേൾപ്പിച്ച ഹദീസ്, കുല്ലുക്കും മസ്ഊലുൻ, എല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. രക്ഷിതാക്കൾ എന്നുള്ള അർത്ഥത്തിൽ നാം ചോദ്യം ചെയ്യപ്പെടും. മക്കളെ സംബന്ധിച്ച് നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കണം. നല്ല പാരൻ്റായിട്ട് നാം മക്കളെ വളർത്തണം. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുമ്പോഴാണ് അവർ ഏറ്റെടുക്കുക. അത് ചെറുപ്പത്തിൽ തന്നെ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കുട്ടികളെ ഏൽപ്പിച്ച് അവരെ വളർത്തിയെടുക്കാനാണ് രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ ഏതെങ്കിലും മേഖലയിൽ കുട്ടികൾക്ക് തകരാറുകളുണ്ടെങ്കിൽ അവിടെ ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. തീരുമാനമെടുക്കാൻ കുട്ടികളെ പ്രാപ്തമാക്കണം. ഡിസിഷൻ മേക്കിംഗ്, തീരുമാനം എടുക്കുക. ഒരു കാര്യത്തിൽ തീരുമാനം പെട്ടെന്ന് ആരും എടുക്കൂല. തീരുമാനമെടുക്കുന്ന പ്രക്രിയയിലേക്കുള്ള ട്രെയിനിങ്, പരിശീലനം അത് കൊടുക്കേണ്ടത് രക്ഷിതാവാണ്. വീട്ടിൽ ഒരു കുടുംബ സദസ്സിൽ വെച്ച് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി, മോനെ ഇന്നത്തെ തീരുമാനം നീ എടുക്കണം എന്ന് നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയാൽ, ബോധപൂർവം നമ്മൾ അതിന് ശ്രമിക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായി ആ ഒരു തൻ്റെ ഇടം, പക്വത നമ്മുടെ കുട്ടികളിൽ വരും. നേരെ മറിച്ച് ചെറിയ കുട്ടികൾ നമ്മുടെ കുടുംബ സദസ്സിൽ വന്നിരിക്കുമ്പോൾ, നീ ഈ പ്രായമായിട്ടില്ല, നീ എണീറ്റ് പോവാ അവിടുന്ന് എന്നുള്ള രൂപത്തിൽ കുട്ടിയോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് അപകർഷതാബോധം ഉണ്ടാവുക. അതുകൊണ്ട്
ചെറിയ കുട്ടികൾക്ക് അവരുടെ വയസ്സിനനുസരിച്ച് അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയും ചർച്ചകളിൽ അവരെ പങ്കെടുപ്പിക്കുകയും അവര് വളർന്നുകൊണ്ടിരിക്കുകയാണ്, അവരുടെ അഭിപ്രായങ്ങൾക്ക് വലിയ മൂല്യമുണ്ട്, വലിയ റെസ്പെക്റ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നുകയും ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, നാം പറയുന്ന കാര്യങ്ങൾ അവർ ഗൗനിക്കും, അവർ അനുസരിക്കും. റെസ്പെക്ട് ദി ചൈൽഡ്, കുട്ടികളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത്, റെസ്പെക്ട് ദെയർ ഫീലിംഗ്, അവരുടെ വികാരങ്ങളെ റെസ്പെക്ട് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പലപ്പോഴും അത് നമ്മിൽ നിന്ന് സംഭവിക്കാറില്ല. പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത്, പല തരത്തിലുള്ള എഡിക്ഷൻസ് ഇന്ന് സാർവത്രികമാണ്. മൊബൈൽ എഡിക്ഷൻ, പോൺ എഡിക്ഷൻ, ഡ്രഗ് എഡിക്ഷൻ, ഇതൊക്കെ എഡിക്ഷൻസ് ആണ് അല്ലേ, ലഹരി. ഈ അടുത്ത് ഒരു രക്ഷിതാവ് വരികയാണ്. ആ രക്ഷിതാവിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്താന്ന് വെച്ചാൽ, വാപ്പ കുടിച്ചുകൊണ്ട് രാത്രി സമയത്ത് വീട്ടിൽ വരികയാണ്. രാത്രി കുടിച്ചു വരുമ്പോൾ 12 വയസ്സുള്ള ആ കുട്ടി അവിടെ വെച്ച് കരയുന്ന ആ രംഗം ആ ഉമ്മ വിവരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റം കണ്ണീര് നിറയുന്ന ഒരു രംഗമാണത്. കാരണം എത്ര പറഞ്ഞിട്ടും അത് മാറാൻ പോകുന്നില്ല. കാരണം അതൊരു രോഗമാണ്. ലഹരി എന്നുള്ളത് രോഗമാണ്. അത് ഫോൺ എഡിക്ഷൻ ആണെങ്കിലും ഡ്രഗ് എഡിക്ഷൻ ആണെങ്കിലും നഗ്നമായ ചിത്രങ്ങൾ നിരന്തരം കാണുന്ന ആ ഒരു എഡിക്ഷൻ ആണെങ്കിലും അതൊക്കെ രോഗങ്ങളാണ്. ഇത്തരം രോഗങ്ങളിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ പോവാതിരിക്കണമെങ്കിൽ കൃത്യമായ ഗൈഡൻസ്, മാർഗനിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം. പോൺ എഡിക്ഷനിലേക്ക് എത്തിയ ഒരാള്, നഗ്നമായ ചിത്രങ്ങൾ, വീഡിയോസ് നിരന്തരം കാണുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പഠനത്തിൽ ഒരിക്കലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റൂല. കാരണം നിരന്തരം അത്തരം ചിത്രങ്ങൾ കാണുന്നതോടുകൂടി ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അവൻ്റെ ബയോളജിക്കൽ സ്റ്റാറ്റസ് മാറുകയാണ്. അതുകൊണ്ട് ഇത്തരം ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുന്ന രാസലഹരികൾ, അതിന് നമ്മുടെ കുട്ടികൾ അടിമകളാവാതിരിക്കണമെങ്കിൽ എന്താണ് ജീവിതം, ജീവിതത്തിന്റെ ലക്ഷ്യമെന്ത്, സദാ നമ്മെ നിരീക്ഷിക്കുന്ന അള്ളാഹുവെ സംബന്ധിച്ചുള്ള അറിവ് വളരെ ചെറുപ്പത്തിൽ തന്നെ മക്കൾക്ക് നമ്മൾ കൈമാറുകയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരിക്കലും ലഹരി ഉപയോഗിക്കാൻ പറ്റൂല. കാരണം വഹുവൽ ഖാഹിറു ഫൗക ഇബാദി, നിങ്ങളുടെ മുകളിൽ സൂപ്പർവൈസറായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു ശക്തിയുണ്ട്. നിങ്ങളുടെ മുകളിൽ യു ആർ അണ്ടർ ദി സർവൈലൻസ് ഓഫ് CCTV എന്ന് പറയുന്നത് പോലെ, നിങ്ങളുടെ മുകളിൽ ഒരു CCTV ഉണ്ട് എന്ന് പറയുന്നത് പോലെ, അതിനേക്കാൾ പവർഫുള്ളായ ശക്തിയുള്ള കഴിവുകളുള്ള രാജാതിരാജനായ അള്ളാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ് നീ ഉള്ളത് എന്ന ഒരു ബോധം നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ചെറുപ്രായത്തിൽ തൊട്ട് നാം കൊടുക്കുകയാണെങ്കിൽ സ്വകാര്യമായ നിമിഷങ്ങളിൽ തെറ്റ് ചെയ്യാൻ കുട്ടികൾക്ക് സാധിക്കൂല. ഈ ഒരു ബോധം കുട്ടികൾക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തം ചെറുപ്രായത്തിലാണ്. 5 വയസ്സിലും 6 വയസ്സിലും മദ്രസയിൽ പറഞ്ഞിറക്കുന്ന പ്രായത്തിൽ വളരെ കൃത്യമായിട്ട് ആ ഒരു സപ്പോർട്ടീവ് നേച്ചറോടുകൂടി നാം ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ മാറും. അതുപോലെ കുട്ടികൾക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കേണ്ട ഘട്ടത്തിൽ അത് നമ്മൾ കൊടുക്കണം. അതായത് സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്ക് ചെറുതായിട്ട് 5 രൂപൻ്റെ 10 രൂപൻ്റെ 20 രൂപൻ്റെ ഒക്കെ ചെലവുണ്ടാവും. ഒരു മിഠായി കുട്ടിക്ക് വാങ്ങാനുള്ള സ്വാതന്ത്ര്യം പോലും നിഷേധിക്കുന്ന രക്ഷിതാക്കളുണ്ട്. അപ്പോൾ അത് കൊടുക്കാക്കുമ്പോൾ പിന്നെ കുട്ടികൾ കട്ടെടുക്കും, മര്യാദക്ക് കൊടുക്കൂല. അപ്പോൾ പിന്നെ വാപ്പൻ്റെ അടുത്ത് നിന്ന് മര്യാദക്ക് കിട്ടാതെ വരുമ്പോഴാണ് കട്ടെടുക്കുന്നത്. അതുകൊണ്ട് എൻ്റെ കുട്ടി ഞാൻ പഠിച്ച കാലത്തൊന്നും 5 ഉറുപ്യ കിട്ടിയില്ല എന്നും പറഞ്ഞ് ചാടിക്കളിക്കുന്നതിന് ബദല് ഇന്നത്തെ കാലഘട്ടമൊക്കെ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് കുട്ടി പോകുമ്പോൾ എല്ലാ കുട്ടികളും സ്വീറ്റ്സ് അല്ലെങ്കിൽ മിഠായി വാങ്ങി കഴിക്കുമ്പോൾ ഈ കുട്ടി ഒരു മൂലയിൽ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, അപ്പോൾ പൈസ ലഹരിയായിട്ട് കൊടുക്കുകയാണ്. ലഹരിയുടെ കാരിയർ ആയിട്ടുണ്ടെങ്കിൽ 500 രൂപ ഞാൻ നിനക്ക് തരാം. കുട്ടിക്ക് പക്വതല്ല. അപ്പോൾ കുട്ടിയുടെ കയ്യിൽ 500 രൂപയുടെ ഒരു ഗാന്ധി നോട്ട് കിട്ടുമ്പോൾ കുട്ടി 500 രൂപക്ക് വഴങ്ങും. ഹോമോസെക്സ്വാലിറ്റി നമുക്കറിയാലോ. സ്വവർഗരതിയിലേക്ക് എത്തിപ്പെടുന്ന കുട്ടികൾ എവിടുന്നാ പഠിക്കണേ? കുട്ടിക്ക് പൈസ കൊടുക്കുന്നു, അല്ലെങ്കിൽ ബൈക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ നല്ല ഭക്ഷണം കൊടുക്കുന്നു. 14 വയസ്സിലും 15 വയസ്സിലും ഇത്തരത്തിലുള്ള ഒരു കോക്കസിലേക്ക് കുട്ടി എത്തിപ്പെടുകയാണെങ്കിൽ കുട്ടി അത് ശീലിക്കാണ്. പിന്നെ നിങ്ങൾ എത്ര വയല് പറഞ്ഞിട്ടും കാര്യമില്ല. അതുകൊണ്ട് കുട്ടിയുടെ ശാരീരികമായ മാനസികമായ ആവശ്യങ്ങൾ എന്ത് എന്ന് ഓരോ പ്രായത്തിലും മനസ്സിലാക്കാൻ പ്രിയപ്പെട്ട രക്ഷിതാക്കൾക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ നല്ല രക്ഷിതാവുള്ളൂ. കുട്ടി കേടുവന്നിട്ട് കൗൺസിലിങ്ങിന് കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് മുൻകരുതലെടുക്കുക എന്നുള്ളതാണ്. ഒരു കൗൺസിലറുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ 2-3 മണിക്കൂർ അവിടെ ഇരിക്കണം അല്ലേ? ഈ ഒരു ക്ലാസ്സുകൾക്ക് ആകെ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ ഇരുന്നാൽ മതി. ആ ക്ലാസ്സിന് വിളിച്ചാൽ നമുക്ക് നേരല്ല.
നമ്മൾ ഇന്റർനാഷണൽ ഫിഗേഴ്സ് അല്ലേ, എന്തൊക്കെ കാര്യമുണ്ടെന്നറിയോ? വലിയ കച്ചവടക്കാരാ അല്ലേ? ഈ കച്ചവടമൊക്കെ കഴിഞ്ഞ് മക്കൾ കേട് വന്നിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് പാരന്റിങ് എന്നുള്ളത് ഒരു ക്ലാസ് കൊണ്ടൊന്നും തീരുന്ന വിഷയമല്ല. അത് ശാസ്ത്രീയമായി പഠനം നടത്തി നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു രക്ഷിതാവിൻ്റെ മനോഭാവം മാറുക, നന്നാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾക്ക് ഏറ്റവും നല്ല രക്ഷിതാവ് ആവണമെങ്കിൽ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലേ? നിങ്ങൾ കണ്ടില്ലേ യൂട്യൂബേഴ്സൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? ധ്രുവ് റാഡി സോഷ്യൽ മീഡിയയിൽ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ നിർമ്മാതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ അടുത്ത് നടന്ന ഇലക്ഷനിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ച ഒരു യൂട്യൂബർ നമുക്കറിയാം, ധ്രുവ് റാഡി. എന്താ അയാൾ ചെയ്തത്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്തു. ഈ ഇൻഫ്ലുവൻസ് എന്നുള്ള സംഗതി രക്ഷിതാക്കൾക്ക് സാധിക്കണം. എൻ്റെ മക്കളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, സ്വാധീനിക്കാൻ എൻ്റെ സ്വഭാവം ഞാൻ നന്നാക്കണം. ഐ ഷുഡ് ബി റോൾ മോഡൽ. ഞാൻ മാതൃകയാവണം. പലപ്പോഴും സകല വൃത്തികേടുകളും നമ്മൾ കാണും, നമ്മൾ ചെയ്യും. എന്നിട്ട് കുട്ടീനോട് പറയാം ഖുർആൻ ഓത്. എന്ത് കാര്യം? നമ്മൾ ഈ സാധനത്തിൽ എന്തൊക്കെ പോയി നിൽക്കുന്നത്, എന്തൊക്കെ മാന്തുന്നതുള്ള കുട്ടിക്ക് കൃത്യമായിട്ട് അറിയാം. ഒരു 5 മിനിറ്റ് ഒന്നും വേണ്ട, 2 മിനിറ്റ് കിട്ടിയാൽ മതി. 2 മിനിറ്റ് കിട്ടിയാൽ ഈ കുട്ടി നമ്മുടെ പേഴ്സണാലിറ്റി എന്താന്നുള്ള അസസ് ചെയ്യും. നമ്മളെ അശ്രദ്ധമായിട്ട് ഫോൺ എവിടെ വെക്കുമ്പോൾ ലോക്കൊക്കെ തുറന്നിരിക്കുന്ന ഒരു സമയത്ത് 2 മിനിറ്റ് നമ്മളെ ഫോണ് കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ റിയൽ പേഴ്സണാലിറ്റി എന്താന്ന് കുട്ടി മനസ്സിലാക്കും. പിന്നെ നമ്മൾ കുറെ വയല് കൊടുത്തിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ മാതൃകാ ജീവിതം നയിക്കണം. 5 പോയിന്റ്സ് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ കുട്ടികളെ സ്വാധീനിക്കണമെങ്കിൽ 1, ലിസൺ ദം. നിങ്ങൾ തുറന്ന് കേൾക്കുക, ജഡ്ജ് ചെയ്യരുത്. മുൻധാരണയോടുകൂടി കുട്ടികളെ കേൾക്കാതിരിക്കുക. കുട്ടികളെ കേൾക്കുക. കുട്ടികൾ അബദ്ധങ്ങൾ പറയട്ടെ, അബദ്ധങ്ങൾ ചെയ്യട്ടെ, കുട്ടികളെ തുറന്ന് കേൾക്കുക. ഇതാണ് നമ്മൾ 1 ചെയ്യേണ്ടത്. 2, ഒരിക്കലും നമ്മൾ അവരെ ജഡ്ജ് ചെയ്യരുത്. ഇതൊന്നും നന്നാവില്ല, ഇതൊന്നും ശരിയാവാൻ പോവില്ല. ഈ രൂപത്തിലുള്ള സംസാരങ്ങൾ, നെഗറ്റീവ് ടോക്കുകൾ നമ്മൾ നടത്താതിരിക്കുക. അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. എത്ര മോശപ്പെട്ട കുട്ടിയാണെങ്കിലും ആ കുട്ടിയെ മാറ്റാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ ഒരു പണിയില്ല. അതുകൊണ്ട് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വസുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ പ്രാർത്ഥന നമ്മൾ അനുസ്യൂതം തുടരുക. 3, നമ്മുടെ ഏറ്റവും പ്രീഷ്യസ് ആയ ടൈം അല്ലേ, നമ്മളെ കുട്ടികൾക്ക് കിട്ടില്ല. കുട്ടികൾക്ക് നമ്മോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് നമ്മളെ കിട്ടില്ല. കാരണം വീട്ടിലെത്തിയാലും നമ്മൾ മൊബൈൽ ഫോണിലാണ്, കച്ചവടത്തിന്റെ തിരക്കിലാണ്. വീട്ടിലെത്തിയാലും കച്ചവടം, 11 മണി വരെ കച്ചവടം, വീട്ടിലെത്തിയാലും കച്ചവടം. അപ്പൊ കുട്ടി നമ്മോട് സംസാരിക്കാൻ വേണ്ടി അപ്പോയിന്റ്മെന്റ് എടുക്കണം. എന്തൊരു ദുരന്തം! അപ്പൊ കുട്ടി കേട് വരാൻ കാരണം എന്താ? നമ്മളെ കുട്ടിക്ക് കിട്ടില്ല. അതുകൊണ്ട് എന്താ പരിഹാരം? കുട്ടികൾക്ക് നമ്മൾ ലഭ്യമാവുക. 4-മത്തെ കാര്യം, കുട്ടികളോട് നമ്മൾ സംസാരിക്കുമ്പോൾ മൃദുലായിട്ട് സംസാരിക്കുക. ശൈത്താൻ കൂടും അല്ലേ? ഖൂലു ഖൗലൻ സദീദ യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും. വിശുദ്ധ ഖുർആന്റെ കൽപ്പനയാണ്, വിശ്വാസികളെ നിങ്ങൾ ആളുകളോട് ഏറ്റവും നല്ലത് സംസാരിക്കുക. നല്ലത് സംസാരിച്ചാൽ എന്തുണ്ടാവും? അള്ളാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തീർക്കും. അപ്പൊ നമ്മുടെ പ്രവർത്തനം നന്നായി തീരണമെങ്കിൽ വാക്കുകൾ ശ്രദ്ധിക്കണം, നല്ല വാക്ക് ഉപയോഗിക്കണം. തെറ്റ് മനുഷ്യ സഹജമാണ്, നമ്മളുടെ അടുത്തൊക്കെ അബദ്ധങ്ങൾ വരും. ഉടനെ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യുക. പ്രിയപ്പെട്ടവരെ, മൃദുലമായി കുട്ടികളോട് സംസാരിക്കുക. ക്രൂരനായ ഭരണാധികാരി ഫിറഔന്റെ അടുത്തേക്ക് മൂസ അലൈഹി ഇസ്ലാമിനെ പറഞ്ഞേക്കുന്ന ഘട്ടത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ഖൂലു ഖൗലൻ ലയ്യിന. മൃദുലമായി സംസാരിക്കുക. മൃദുലായി സംസാരിച്ചാൽ ആ കഠിന ഹൃദയമുള്ള ആൾ മാറിയേക്കാം. മറ്റൊന്ന്, നിരന്തരം കുട്ടികളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. പ്രോത്സാഹനത്തിന് വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. നിങ്ങളെ കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യം നിങ്ങളൊന്ന് മദ്ഹ് ചെയ്ത് നോക്കൂ. നിങ്ങളെ ഭാര്യനെ നിങ്ങളൊന്ന് നന്നായിട്ട് പുകഴ്ത്തി സംസാരിച്ചു നോക്കൂ. ആ ഭാര്യയുടെ സ്വഭാവം നന്നാവും. നമ്മൾ അവളെ കുറ്റം മാത്രം ഇങ്ങനെ ടോർച്ചടിച്ച് നോക്കുന്നത് കൊണ്ടാണ് ഭാര്യ നല്ല രൂപത്തിൽ നമ്മോട് പെരുമാറാത്തത്. അതുപോലെ അവരുടെ കഴിവുകളിൽ നമ്മൾ വിശ്വാസം അർപ്പിക്കണം. നമ്മളെ മക്കൾക്ക് നമ്മൾ വിചാരിക്കാത്ത വ്യത്യസ്തമായ കഴിവുകളുണ്ട്. അത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യണം. കൂടെ നാം അവരെ റെസ്പെക്റ്റ് ചെയ്യുക. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. അതുപോലെ
മാതൃകാപരമായ പെരുമാറ്റം നമ്മൾ കാഴ്ചവെക്കുക. അവരുടെ വിഷയങ്ങളിൽ അവർക്കൊരു ചോയ്സ് കൊടുക്കുക. എന്തെങ്കിലും കാര്യം നമ്മളോട് അനുവാദം ചോദിക്കും, അവിടെ പോകണ്ട, ഇവിടെ പോകണ്ട, എല്ലാം നെഗറ്റീവ്. അപ്പോൾ പിന്നെ ഒരു തീരുമാനിക്കും വാപ്പനോട് പറയാതെ പോകാമെന്ന്. അങ്ങനെ പോയാലേ ഒരു പിന്നെ മരം ഇങ്ങനെ വളരുമ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ വെട്ടിയാൽ എന്താ ചെയ്യുക? ഒരു മരം ഇങ്ങനെ വളരും, അതിൻ്റെ കൊമ്പ് ഇങ്ങനെ ശിഖരങ്ങൾ ഇങ്ങനെ ഫ്ലറിഷ് ചെയ്ത് വരണമേ ഒരു വെട്ട്, അത് വെട്ടിച്ചു, ഇതും വെട്ടിച്ചു, ഒന്നിനും സ്വാതന്ത്ര്യം. പിന്നെ മരം തീരുമാനിക്കും എന്നാൽ ഞാൻ വളരില്ല, അത് മുരട്ടിക്കാന്ന്. തന്നെ ഇപ്പോൾ ഇവിടെ സംഭവിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തകരാറ് നമ്മുടെ അടുത്താണ്. നമ്മൾ തിരുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മളെ മക്കളൊക്കെ സൂപ്പർ ഹീറോസാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അവസാനമായി പറയാനുള്ളത്, കുട്ടികളല്ല മാറേണ്ടത്, നമ്മളാണ് മാറേണ്ടത്. ഇതാണ് അകത്തുക. അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇനി കുറേ ഞാൻ വയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്നോട് നിർത്താൻ പറയും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംസാരത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്താനുള്ള മഹാഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഇനി ഈ വിഷയ സംബന്ധമായ എന്തെങ്കിലും സംശയങ്ങൾ ഒരു 5 മിനിറ്റ് മാക്സിമം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്കറിയുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. അതിനുള്ള അവസരം കൂടി തരികയാണ്. ഏതായാലും എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉപകരിച്ചിനോ? ആരും ഏതായാലും ഉറങ്ങിയില്ല, അൽഹംദുലില്ലാ. എൻ്റെ ഒച്ച കൊണ്ടേ, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഏതായാലും പിന്നെ എൻ്റെ കപ്പാസിറ്റി ഏകദേശം തീർന്നതാണ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അസ്സലാമു അലൈക്കും.